സംസാരിച്ചോളൂ, തെറ്റിക്കോട്ടെ. തെറ്റുക എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്. സംസാരിക്കാൻ റെഡി ആവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. നമ്മുടെ ഗവൺമെന്റിലേക്കുള്ള റവന്യൂ. വെരി ഗുഡ്. ഗവൺമെന്റിലേക്കുള്ള റവന്യൂ. പിന്നെ വേറെ ആർക്കാ ഒരു ഒപ്പീനിയൻ, ഡിഫറെന്റ് ഒപ്പീനിയൻ ഉള്ള പറഞ്ഞോളൂ. ഗവൺമെന്റിലേക്കുള്ള റവന്യൂ എന്ന് പറഞ്ഞു. പിന്നെ വേറെന്താ? ഒന്ന് സംസാരിക്കും. 2-3 ആളുകൾ ഒന്ന് റിവ്യൂ പറയും. ഒറ്റക്ക് സംസാരിക്കാനാക്കല്ലേ. ഗവൺമെന്റിലേക്ക് അടക്കുന്ന ഒരു പേയ്മെന്റ് ആണ് ആക്ച്വലി ടാക്സ്. ക്ലിയർ ആയില്ല. ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു? ഗവൺമെന്റിലേക്ക് അടക്കുന്ന ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ബിസിനസ്സോ ഗവൺമെന്റിലേക്ക് അടക്കുന്ന ഒരു പേയ്മെന്റ് ആണ്. വെരി ഗുഡ്. യെസ് യെസ്, അതൊന്നാണ്. പിന്നെ നിങ്ങൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് എടുത്തോളൂ, യുടെ പെർസ്പെക്റ്റീവ് എടുത്തോളൂ, സൗദി ഏത് രാജ്യത്തിന്റെ പെർസ്പെക്റ്റീവ്. ഇപ്പൊ UK-ലും ഇത് പറഞ്ഞാൽ ഏറെക്കുറെ സിമിലർ തന്നെയാണ്. നമ്മളെന്തെങ്കിലും ഞാൻ പറയട്ടെ, നമ്മളെന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുമ്പോ സർവീസ് ടാക്സ് സർവീസിനോ അല്ലെങ്കിൽ സാധനം വാങ്ങുമ്പോഴോ വെക്കുമ്പോഴോ ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെന്റിലേക്ക് വാങ്ങുന്നതാണ് ടാക്സ്. സിമ്പിൾ. അതായത് ഞാൻ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നല്ല, ലോകത്തെ എല്ലായിടത്തും ടാക്സ് എന്ന പെർസ്പെക്റ്റീവ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക നന്നായിട്ട്. അപ്പൊ ഏത് രാജ്യത്തിനും ഒരു രാജ്യം ഡെവലപ്പ് ആയിട്ട് പോകണമെങ്കിൽ അവർക്ക് മതിയായിട്ടുള്ള റവന്യൂ റിസോഴ്സസ് ആവശ്യമാണ്, അല്ലെ? ആ രാജ്യത്തിന്റെ എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാവണം. പൈസ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല, അല്ലെ? റോഡ് നടക്കണം, പാലം വേണം, വണ്ടികൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം, എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം, മന്ത്രിമാർക്ക് ശമ്പളം വേണം, പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം വേണം, അടികൂടാൻ ശമ്പളം വേണം, നിയമം ഉണ്ടാക്കാൻ വേണം, പാർലമെന്റ് ഉണ്ടാക്കാൻ വേണം. എല്ലാത്തിനും എന്ത് വേണം? പൈസ വേണം. പൈസ ഇല്ലെങ്കിൽ പരിപാടികളൊക്കെ നടക്കും. ഇതെല്ലാം ഓരോ ഗവൺമെന്റുകളും ഡിഫറെന്റ് രീതിയിലാണ് കണ്ടെത്തുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഒരു കമ്പനികൾ ഉണ്ടാക്കും. ചില ഗവൺമെന്റിൻ്റെതായ കമ്പനികൾ സൃഷ്ടിക്കും. ആ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തും. ഇന്ത്യ മുമ്പ് അങ്ങനെ നടത്തിയിരുന്നു. ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് എന്തായിരുന്നു? ഇപ്പൊ എല്ലാം നമ്മൾ വിറ്റ് ഉഷാറാക്കിയല്ലോ. ഇനി ചില രാജ്യങ്ങൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ GCC പോലെയുള്ള രാജ്യങ്ങൾ നാച്ചുറൽ റിസോഴ്സസുകൾ ഉപയോഗിച്ച് രാജ്യത്തെ സേവിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്. ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വരുമാനം ഉപയോഗിച്ച് രാജ്യത്തെ സേവിക്കും. ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വർണം ഖനനം ചെയ്യുക, അല്ലെ? നാച്ചുറൽ പ്രൊഡക്ട്സുകളൊക്കെ ഇട്ട് ഖനനം ചെയ്യുന്നു. ചില ആൾക്ക് ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ചില ആളുകൾക്ക് മാർബിൾ പോലെയുള്ള നാച്ചുറൽ റിസോഴ്സസുകളൊക്കെ ഉണ്ടാവും, അല്ലെ? ടൈൽസ്, മാർബിൾ പോലെയുള്ള സാധനങ്ങളൊക്കെ. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ടാക്സ് ഫ്രം ദ പബ്ലിക്. ടാക്സ് ഫ്രം ദ പബ്ലിക് എന്ന് പറയും. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തുക. രാജ്യത്തിന്റെ സേവനമാവട്ടെ, കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, എല്ലാം ആവട്ടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കലക്ട് ചെയ്യുന്ന തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കലക്ട് ചെയ്യുന്ന തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുക, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ കമ്പനികളിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അത് മതിയാവാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങളുടെ നിന്ന് എടുക്കും. ചിന്തിച്ചോളൂ. രണ്ടാമത്തത് നാച്ചുറൽ റിസോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന GCC രാജ്യങ്ങൾ. അവർക്ക് അത് മതിയാകാതെ വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഇതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത വിഭവങ്ങളാണ്, അല്ലെ? പെട്രോൾ ഉൽപ്പന്നം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അവരടുത്ത ഒരു വഴിയെ കുറിച്ച് ആലോചിക്കുന്നു. ജനങ്ങളുടെ നിന്ന് പിരിവന്നെ. ഇന്ത്യ നമ്മൾ ഒരുപാട് മുന്നിലൂടെ നമ്മളത് കടന്നു പോകും. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ വൃത്തിയിൽ നടക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, റോഡ്, പാലം, പള്ളി, തോണി എല്ലാം ഈ ഒരു സിസ്റ്റം വഴിയാണ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇതാണ് ടാക്സ് എന്ന് പറയാം. 2 രീതിയിലാണ് ടാക്സ് സാധാരണ രീതിയിൽ രാജ്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ 2 രീതിയിലുണ്ട്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഞാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊക്കെ മലയാളീസ് ആണല്ലോ, ഇന്ത്യക്കാരാണല്ലോ. അപ്പൊ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് അതിലേക്ക് അടക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ത്യയിൽ 2 ടാക്സ് ഉള്ളത്. ഏതൊക്കെയാ? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്താ? ഇൻകം ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ചെറുതായിട്ട് ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും? തെറ്റിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് അത്രയും ഫ്രണ്ട്ലി അല്ലേ? ഞാൻ വളരെ പെട്ടെന്ന് കമ്പനിയായി വളരെ പെട്ടെന്ന് ഞാൻ ടീച്ചിങ് സ്റ്റൈൽ, ഞാൻ ഓൾറെഡി എനിക്ക് ഏറ്റവും എന്റെ പാഷനാണ് ടീച്ചിങ് എന്നുള്ളത്. അതുകൊണ്ട് ഞാനും പെട്ടെന്ന് കണക്ട് ആവും. പറഞ്ഞോളൂ. ഇൻഡിവിജ്വൽ ഡയറക്റ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നത്. വെരി ഗുഡ്. ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും
ശരിക്കും മനസ്സിലാക്കി എഴുതി പോയിക്കോളാം. ഇത് ഞാൻ നേരെ എടുത്തിട്ട് വാറ്റിലേക്ക് കണക്ട് ചെയ്യും, അതുകൊണ്ടാണ് പറഞ്ഞത്. പേഴ്സണൽ പ്രോപ്പർട്ടി ടാക്സ്. പേഴ്സണൽ പ്രോപ്പർട്ടി ടാക്സ്. ഓക്കെ, പിന്നെ ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ അടയ്ക്കുന്ന ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കുന്ന ടാക്സ്. വെരി ഗുഡ്. ഞാൻ ഒന്നും കൂടി ഇതിനെ കൃത്യമാക്കി പറഞ്ഞാൽ, ഇത് പറഞ്ഞതെല്ലാം ഇതിന്റെ ആൻസർ തന്നെയാണ്. ഇനി ശ്രദ്ധിച്ചോളെ, ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടുത്തെ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അത്യാവശ്യം ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് എനിക്ക് സാലറി ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ സാലറി ഗവൺമെന്റ് കുറച്ച് ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട്. ത്രഷോൾഡ് ലിമിറ്റ് എന്നാണ് അതിന് പറയാം. അതായത് ഒരു ലിമിറ്റ് ഉണ്ടോ, ത്രഷോൾഡ് ലിമിറ്റ് മീൻസ് ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ ചെയ്തോളണം. ത്രഷോൾഡ് ലിമിറ്റ് ഗവൺമെന്റ്. അപ്പൊ എനിക്ക് 3 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. ഈ കിട്ടുന്ന വരുമാനം ഗവൺമെന്റ് പറയുന്ന ത്രഷോൾഡിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ സെർട്ടൻ പെർസെൻറ്റേജ് ഞാൻ ഗവൺമെന്റിലേക്ക് നേരിട്ട് അടക്കണം. എങ്ങനെ അടക്കാം? ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറുക, ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറുന്നു. ITR 1, 2, 3, 4, 5 അങ്ങനെ 7 ഫോംസ് ഉണ്ട്. ITR 1, 2, 3, 4, 5, 6, 7 ഓരോന്നിനും ഓരോ രീതിയിലാണ്. ചില ഇൻകം ഫ്രം സാലറി വേറെയാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വേറെയാണ്, ഇൻകം ഫ്രം ഡിവിഡൻഡ് എങ്ങനെ എല്ലാം വേറെ വേറെ രീതിയിലുണ്ട്. അതിൽ തന്നെ കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട 44 AD കേസുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന MSME പോലെ കേസുള്ള 45 days 15 days പല ഇങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. ഇതൊക്കെ കേട്ടിട്ടില്ലേ? ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം. എല്ലാവർക്കും അറിയാത്ത ആളുകൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശദമായിട്ട് സംസാരിക്കാൻ. ഈ നേരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ചിലത് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് പോയി കണ്ടോളാം. ഓക്കെ, അങ്ങനെ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടക്കാം. ഇപ്പൊ എനിക്ക് സാലറി അത്യാവശ്യം നല്ല സാലറി വന്നു. ഞാൻ ഗവൺമെന്റിന്റെ ഇൻകം ടാക്സിന്റെ സൈറ്റ് കയറുന്നു. സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. ഞാൻ നേരിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. നിങ്ങൾ എല്ലാ ആളുകളും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടോ? എത്ര ആളുകൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്? നോക്കട്ടെ, എത്ര ആളുകൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്? ഒന്ന് ഫയൽ ചെയ്യുന്ന ആളുകൾ എഫ് എന്ന് ടൈപ്പ് ചെയ്യാമോ? ഫയൽ ചെയ്യുന്ന ആളുകൾ എഫ്, അല്ലാത്ത ആളുകൾ നോ എന്ന് ടൈപ്പ് ചെയ്യും. നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇത്ര ആളുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചെയ്യുന്നില്ലല്ലോ. എന്താണ് ചെയ്യാത്തതിന് കാരണം? എന്താ? വരുമാനം ഇല്ലാത്തതാണോ? വരുമാനം ഇല്ലാത്തതാണോ പ്രശ്നം? ഒരു സേവിങ്സ് അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ വരെ കയറാമെന്ന് വലിയ ധാരണ ഉണ്ടോ ആർക്കെങ്കിലും? ഞങ്ങൾക്ക് സാന്ദർഭികമായിട്ട് പറഞ്ഞു മാത്രം കേട്ടോ. സേവിങ്സ് അക്കൗണ്ടിൽ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടത്താം? 10 lakhs. 10 lakh. അത് എല്ലാവരുടെ അക്കൗണ്ടിലും കയറിയിട്ടുണ്ടാവില്ലേ? 10 lakh ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് 5 ലക്ഷം വിഡ്രോ ചെയ്ത 10 lakhന്റെ ട്രാൻസാക്ഷൻ ആയി. അറിയാമോ? ഉദാഹരണം, ഞാൻ എൻ്റെ നാട്ടിലൊരു കുറി നടത്തുന്നുണ്ടായിരിക്കും. കുറിയില്ലേ, വെള്ളിയാഴ്ച കുറി. അങ്ങനെ എല്ലാവരും എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപയായി. ഈ 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഞാനിത് മാളവിക മാഡത്തിനാണ് ഇപ്രാവശ്യം കുറി അടിച്ചത്. ഞാൻ മാളവിക മാഡത്തിന് കൊടുത്തു. എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആയി? എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആയി? ഹലോ, എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആയി? 2 lakh. 2 lakhന്റെ ട്രാൻസാക്ഷൻ. എനിക്ക് എന്താ കിട്ടിയെന്ന്? Nothing. നത്തിങ്. ഒന്നും കിട്ടിയില്ല. എൻ്റെ അക്കൗണ്ടിൽ 2. അങ്ങനത്തെ 4 ട്രാൻസാക്ഷൻ നടന്ന എത്രയായി? നിങ്ങൾ എത്ര ആളുകളെ, പാവപ്പെട്ട ആളുകളെ സഹായിച്ചിട്ടുണ്ട് കടം വാങ്ങുകയാണെങ്കിൽ? ഇപ്പോൾ ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. വിനോദ് കുമാർ സാർ വന്ന് ചോദിക്കുകയാണ്, സാർ 1 ലക്ഷം രൂപ അത്യാവശ്യമാണ്. ഞാൻ എന്ത് ചെയ്യും? സാർ എൻ്റെ കയ്യിലില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫൈസലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫൈസലെ 1 ലക്ഷം രൂപ ഇങ്ങോട്ട് ഞാൻ നാളെ തരാം. ഫൈസൽ എൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ഇട്ടു. ഞാൻ 1 ലക്ഷം രൂപ വിനോദ് സാറിന് അയച്ചു കൊടുത്തു. 2. വിനോദ് സാർ പിറ്റേ ദിവസം എനിക്ക് അത് ഇങ്ങോട്ട് തന്നു. 3. ഞാൻ ആ പൈസ ഫൈസൽ സാറിന് അയച്ചു കൊടുത്തു. 4. എനിക്ക് എന്ത് കിട്ടി? ശ്രദ്ധിക്കണേ, ഉണ്ട കിട്ടി. ഇതിന്റെ പേരിൽ 4 ലക്ഷം റുപ്യ എന്റെ ട്രാൻസാക്ഷൻ ആയി. നന്നായി ശ്രദ്ധിക്കണേ. ഇപ്പൊ കണ്ടമാനം നോട്ടീസാ വരുന്നത്. ഒരു 10 ലക്ഷം ആളുകളുടെ മുകളിലൊക്കെ നോട്ടീസ് ഇട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇൻകം ടാക്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞു പോയി എന്ന് മാത്രം. പക്ഷെ അത്യാവശ്യം വരുമാനമുള്ള ആളുകളൊക്കെ ഇൻകം ടാക്സ് ഫയൽ ചെയ്തു. സ്വന്തം ഇൻകം ടാക്സ്, അവനവന്റെ ഇൻകം ടാക്സ് അവനവൻ ഫയൽ ചെയ്തോളൂ. എല്ലാം CA-കാരെയും നമ്മളെ പോലെ കൺസൾട്ടന്റിൽ ഏൽപ്പിക്കണ്ട. ഇതല്ലേ ഗൂഗിൾ ഒക്കെ കിട്ടാത്ത എന്തെന്നുള്ളത്? എന്താ കിട്ടാത്തുള്ളത്? മാതാപിതാ ഗൂഗിൾ ദേവ് എന്തടിച്ചാലും ഗൂഗിളിൽ കിട്ടും. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് കേസാണെങ്കിൽ മാത്രം നമ്മുടെ അടുത്തേക്ക് കണക്ട് ചെയ്താൽ മതി. മനസ്സിലായോ? പരമാവധി യൂട്യൂബ് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി ഒന്ന് കണക്ട് ചെയ്യാം. സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം. എനിവേ, എനിക്ക് നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നേരിട്ട് ഞാൻ അടക്കണം. നേരിട്ട് പലർക്കും അറിയാത്തതുകൊണ്ടാണ് CA-കാരൻ്റെ അടുത്ത് പോയിട്ടും നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഫയൽ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താ? നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിയിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡെപ്പോസിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. വേറെ പണികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. മീൻസ് നേരിട്ട് അടക്കുന്നു. ഇതേപോലെ എനിക്കൊരു വലിയൊരു കമ്പനി ഉണ്ട് വിചാരിക്കും ഇന്ത്യയിൽ.
ഇതിന്റെ വരുമാനം ഗവൺമെന്റ് പറയുന്ന ലിമിറ്റിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ITR 1 or 2 or 3 ഏതെങ്കിലും ഫോം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് നേരിട്ട് അടക്കും. ഇതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ, ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ? ഇൻഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഗവൺമെന്റിന് കിട്ടുക. അതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യയിലെ GST. UAE വാറ്റിലേക്ക് അടക്കാം. ഇന്ത്യയിലെ GSTയിൽ എന്താ സംഭവിക്കുന്നത്? എങ്ങനെ ടാക്സ് പോകുന്നത് ഗവൺമെന്റിലേക്ക്? ഫോർവേഡിങ് മെക്കാനിസം എന്ന് പറയും. ഇന്ത്യയിലെ ടാക്സ് എങ്ങനെയാ പോകുന്നത്? ആർക്കെങ്കിലും പിടുത്തുണ്ടോ? പറഞ്ഞോളൂ വിനോദ് സാറേ, എന്തായിരുന്നു? നമ്മള് എന്തെങ്കിലും വാങ്ങുമ്പം നമ്മൾ ടാക്സ് അടയ്ക്കുക, ടാക്സ് ഗവൺമെന്റിലേക്ക് പോവുക, അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പോകുന്നത്? കംപ്ലൈൻസ് ചെയ്യുന്ന ആളും പേയ്മെന്റ് ചെയ്യുന്ന ആളും രണ്ടാളും ആവുന്ന സമയത്ത്. വെരി ഗുഡ്. ഇത്ര ആലോചിച്ചോളാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ സുനിത മാഡത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. ശ്രദ്ധിച്ചോളെ, സുനിത മാർക്കറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഞാൻ സുനിത മാഡത്തിന്റെ അടുത്ത് പോയിട്ട് 10,000 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്. 10,000 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്. സുനിത മാഡത്തിന് ഞാൻ 10,000 പ്ലസ് GST ആർക്കാ കൊടുക്കുന്നത്? സുനിത മാഡത്തിനാ കൊടുക്കുന്നത്. എന്റെ ടാക്സ് അടക്കുന്നത് സുനിത മാഡമാണ്. ക്ലിയർ ആയോ? ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് ഗവൺമെന്റിലേക്ക് എത്തുന്നത്. ഇനി സുനിത മാഡം സാധനം പർച്ചേസ് ചെയ്യുന്ന ഒരുപക്ഷെ ഫൈസലിന്റെ അടുത്തായിരിക്കും. ഒരുപക്ഷെ ഫൈസൽ KMന്റെ അടുത്തായിരിക്കും ആര് പർച്ചേസ് ചെയ്യുന്നത്? സുനിത മാഡം പർച്ചേസ് ചെയ്യുന്നത്. അപ്പം സുനിത മാഡം ടാക്സ് കൊടുക്കുന്ന ആയിരിക്കാം? ഫൈസലിനാണ് കൊടുക്കുന്നത്. ഫൈസൽ ഒരുപക്ഷെ സാധനം പർച്ചേസ് ചെയ്യുന്ന ജംഷീർക്കയുടെ അടുത്തായിരിക്കും. അപ്പൊ ഫൈസൽക്ക് ആർക്കാ ടാക്സ് കൊടുക്കുക? ജംഷീർ. ഇങ്ങനെ അവസാനം എവിടേക്ക് എത്തുന്നത്? ഗവൺമെന്റിലേക്കാണ് എത്തുന്നത്. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. മീൻസ് ഇതിനെയാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. ഫോർവേഡ് ചാർജ് ഞാനൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു വിചാരിച്ചു. ഇതേ എക്സാമ്പിൾ വാട്സപ്പ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഞാൻ അത് സുനിത മാഡത്തിന് അയച്ചു കൊടുത്തു. സുനിത മാഡം ഫൈസലിന് അയച്ചു കൊടുത്തു. ഫൈസൽ അത് ജംഷീറിന് അയച്ചു കൊടുത്തു. ഇതാണ് ഫോർവേഡിങ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. വാട്സപ്പിൽ ഫോർവേഡ് ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അത് നമ്മൾ വാറ്റിനകത്തും GSTക്കകത്തും ഒക്കെ പഠിക്കാനുള്ള കേസാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്. എല്ലാ എക്സാമ്പിൾ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ സാധനം മറക്കത്തില്ല. ഇത് വെറും ഒരു ലോയും കാര്യങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോ ഒന്നും പറയാറില്ല. കാരണം GSTയുടെ ലോ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ദഹിക്കത്തില്ല. സെക്ഷൻ 7, സെക്ഷൻ സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ സാധനത്തോട് വെറുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതെ പക്ഷെ ലോ കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തീർക്കും വേറൊരു വഴിയിലൂടെ. ഓക്കെ, അതുകൊണ്ട് പബ്ലിക് ആണ് എനിക്കറിയാം. അതുകൊണ്ടാണ് ലോകൾ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാത്തത്. പക്ഷെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പൊ രണ്ട് തരത്തിലുള്ള ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് മീൻസ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇൻഡയറക്റ്റ് ടാക്സ്, ഇന്ത്യയിലെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ്. അതിനൊരു എക്സാമ്പിൾ ആണ് GST എന്ന് പറയാം. സെറ്റ് അല്ലേ? അപ്പൊ ടാക്സ് എന്താന്ന് മനസ്സിലാക്കി. രണ്ട് തരത്തിലുള്ള ടാക്സ്. സിമിലർലി നേരെ UAE ഒന്ന് കിടക്കാം. UAE ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഇത് തന്നെയാണ്. UAE ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഇത് തന്നെയാണ്. അവിടെ ഹെൽത്ത് നടക്കണം അല്ലെ? ഹെൽത്തിന്റെ കാര്യങ്ങൾ നടക്കണം. പിന്നെ എന്തൊക്കെയാ വേണ്ടേ? നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാ വേണ്ടേ? എന്തൊക്കെയാ കാര്യങ്ങൾ നടക്കണ്ടേ? ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ എന്തൊക്കെയാ കാര്യങ്ങൾ നടക്കണ്ടേ? റോഡ് നടക്കണം, പാലം നടക്കണം, ഹെൽത്ത് നടക്കണം, സോഷ്യൽ സർവീസ് നടക്കണം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കണം. ഇതിനാണ് യഥാർത്ഥത്തിൽ ടാക്സ്. ഇവിടെയും നമുക്ക് രണ്ട് രീതിയിലുള്ള ടാക്സ് കാണാം. UAE വാറ്റും കാണാം, കോർപ്പറേറ്റ് ടാക്സും കാണാം. GST പഠിച്ച എത്ര ആളുകളുണ്ട് ഇതിനകത്ത്? GST സ്വന്തമായിട്ട് ഫയൽ ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം UAE വാറ്റ് എന്നുള്ളത് പുഷ്പം പോലെ ചെയ്തെടുക്കാൻ പറ്റിയ പണിയാണ്. ഫയലിംഗ് എത്ര ആൾക്കറിയാം? കൺസൾട്ടൻസ് ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? റെഗുലറിന്റെ ഫയലിംഗ് എല്ലാവർക്കും അറിയാം. കമ്പോസിഷന്റെ ഫയലിംഗ്, QRMPയുടെ ഫയലിംഗ്, ആനുവൽ റിട്ടേൺ, GSTR4 ഇതൊക്കെ അറിയുന്ന എത്ര ആളുകളുണ്ട്? ഓക്കെ, എല്ലാവർക്കും അറിയാം. വെരി ഗുഡ്. GST പഠിക്കാതെ ഇന്ത്യയിൽ ഒരു ജോലി ഇല്ല എന്ന് കേട്ടാ. ഇന്ത്യയിൽ അക്കൗണ്ട്സിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ GST അറിയാണ്ട് പോകണ്ട. എന്നാൽ UAE വാറ്റ് അറിയാതെ പോയാൽ കുറച്ചൊക്കെ രക്ഷപ്പെടാം. കാരണം അത്യാവശ്യം സോഹോ ബുക്സ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള ക്വിക്ക് ബുക്കോ PhD പോലെയുള്ള സോഫ്റ്റ്വെയർ നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? UAE കിടക്കാം. കോർപ്പറേറ്റ് ടാക്സും വാറ്റും ഒക്കെ മെല്ലെ മെല്ലെ പതുക്കെ പഠിച്ചാൽ മതി. പക്ഷെ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. GST അറിയാതെ, GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് എല്ലാവർക്കും അറിയും. പക്ഷെ അതിനുള്ളിലകത്ത് കയറിയിട്ട് GSTR1 ഫയൽ ചെയ്യുമ്പോൾ 19 ബോക്സുകളുണ്ട്. B2B, B2C, B2C ലാർജ്, പിന്നെ എക്സ്പോർട്ട് ഇൻവോയ്സ്, പിന്നെ എന്തൊക്കെയുള്ള വേറെ എന്തൊക്കെയുള്ള
വേറെ എന്തൊക്കെയുള്ളത്? അഡ്വാൻസ്ഡ് അഡ്വാൻസ് ടാക്സ്, B2B അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്, പിന്നെ B2B amendment, B2C amendment, അമെന്റ്മെന്റ്സുകൾ. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനങ്ങൾ ഏതൊക്കെയാ? export. ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്ന സാധനങ്ങൾ 3-4 ബോക്സ് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരുന്നു. ഏതൊക്കെയാ നോക്കുന്നല്ലേ? അപ്ഡേറ്റഡ് അല്ല ആരും നോക്കണം. എല്ലാം വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിൾ ചെയ്താൽ കിട്ടാത്ത ഒരു സാധനമില്ല. അപ്പൊ അത് പഠിച്ച ആളെ ഞാൻ പറയുന്നത്, അത് പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇന്ത്യക്ക് അത്രയും കോംപ്ലിക്കേഷൻ എവിടെ ഇല്ല? വാറ്റിനകത്തില്ല. GST അത്രയും കോംപ്ലിക്കേഷൻസ് വാറ്റിനകത്തില്ല. ഇന്ത്യയിൽ 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1. അതിനുശേഷം 10,000-ലേറെ അമെന്റ്മെന്റുകൾ വന്നു. വളരെ ധൃതിപ്പെട്ടിട്ടാണ് ഈ ഒരു ബില്ല് ഇന്ത്യയിൽ പാസ്സാക്കിയത്. 1999 എങ്ങാനാണ് GST തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. ഇംപ്ലിമെന്റ് ചെയ്ത് 2017 ജൂലൈ 1. എന്നിട്ട് ഞാൻ പറയുന്നത് വളരെ ധൃതിപ്പെട്ടിട്ടാണ് ഈ പരിപാടി നടത്തിയത്. അങ്ങനെ പറയുമ്പോൾ എന്താ? അവസാന കാലഘട്ടത്തിൽ ഒട്ടും ആലോചിക്കാതെ ഇംപ്ലിമെന്റ് ചെയ്ത പരിപാടിയാണ്. കാരണം മത്സരമായിരുന്നു. ഞാൻ നടത്തണോ ഇവൻ നടത്തണോ, ആരാണ് ആദ്യം നടത്തുക എന്നുള്ള മത്സരമായിരുന്നു അല്ലെ? ആദ്യം GST സ്റ്റാർട്ട് ചെയ്ത ആരായിരുന്നു? വാജ്പേയി സർക്കാർ. 1999 വാജ്പേയി സർക്കാർ ആയിരുന്നു. പിന്നീട് കുറച്ചും കൂടി അങ്ങ് മാറി 2002 എങ്ങാനും പുതിയ കമ്മിറ്റിയെ നിയമിച്ചു. കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോഴേക്കും ഭരണം മാറി. പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. പശ്ചിമ ബംഗാളിലെ ഭരണം പോകുന്നു. പിന്നീട് കോൺഗ്രസ് വളരെ ധൃതിപ്പെട്ട് ഇത് പാസ്സാക്കാനുള്ള ശ്രമം 2010 നോക്കുന്നുണ്ട്. അത് നടന്നില്ല. അത് നടക്കാതെ തന്നെ പ്രധാനപ്പെട്ട കാരണം അന്നത്തെ പ്രതിപക്ഷമായ BJP ശക്തമായി ഇതിനെ എതിർത്തായിരുന്നു. നടന്നിട്ടില്ല. വീണ്ടും BJP അധികാരത്തിൽ വരുന്നു. വളരെ സിമ്പിളായിട്ട് അവരെതിർത്ത് അതേ സാധനം അവരെന്നെ എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ്. അപ്പോൾ വളരെ തിരക്ക്. അവസാന കാലഘട്ടത്തിൽ കിട്ടൂല എന്നുള്ള അർത്ഥത്തിൽ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. 10,000-ലേറെ അമെന്റ്മെന്റുകൾ. ദാറ്റ് മീൻസ് 2017 ഞാൻ പഠിപ്പിച്ച GST അല്ല 2024 പഠിപ്പിക്കുന്നതിനർത്ഥം മാറ്റമുണ്ട്. എന്നാൽ ഇത്ര കോംപ്ലിക്കേഷൻസ് എവിടെ ഇല്ല? UAE ഇല്ല. UAE ഒരു ടാക്സ് റേറ്റേ ഉള്ളൂ. അത് 5% ആണ്. ഇന്ത്യയിൽ എങ്ങനെയാ? 0.25 ഉണ്ട്, 3 ഉണ്ട്, 0 ഉണ്ട്, 5 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, 28 ഉണ്ട്. ഇത്രയും പെർസെൻറ്റേജുകൾ എവിടെയുണ്ട്? GSTക്ക് അകത്തുണ്ട്. എന്നാൽ UAE 2 സാധനം 0, 5, 0. ഈ 3 സാധനം കൊണ്ട് പരിപാടി. ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പഠിച്ച കാര്യങ്ങൾ സിമ്പിളായിട്ട് നടക്കും. സെറ്റായില്ലേ? അപ്പം UAE നിലവിൽ അവർ കിട്ടിയിരുന്ന വരുമാനം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെ? പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അവരുടെ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം. ഇതൊരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാതാവും എന്നുള്ള തീരുമാനിച്ച് അവരെന്ത് ചെയ്യണം? കൃത്യമായിട്ടും നിലവിൽ ടാക്സ് സിസ്റ്റം കൊണ്ട് നടക്കുന്ന രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരൊരു പുതിയ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണം. UAE മാത്രമല്ല കേട്ടോ, GCC മൊത്തം അവർ ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ അതിനുമായിട്ട് അവർ ബില്ലുകളൊക്കെ പാസ്സാക്കി വരുന്നു. ബില്ലൊക്കെ പാസ്സാക്കി വന്നു. GCC എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു കോർപ്പറേറ്റ് കൗൺസിലൊക്കെ രൂപീകരിക്കുന്നു. കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ട് അവർ വലിയ രീതിയിൽ ഈ ഒരു സംഭവം മുമ്പോട്ടേക്ക് കൊണ്ടുപോവാണ്. കാരണം UAE എല്ലാ രാജ്യങ്ങൾക്കും അല്ലെ ഈ ഒരു പ്രശ്നം ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് അവരൊരു പുതിയൊരു ടാക്സ് സിസ്റ്റം ഒക്കെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ടീമായിട്ട് തീരുമാനിച്ച GCCയിലെ രാജ്യങ്ങൾ. GCCയിലെ രാജ്യങ്ങൾ എല്ലാവർക്കും അറിയില്ലേ? ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് പറയാൻ വിചാരിച്ചല്ല, എന്നാലും GCCയിലെ രാജ്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതാണ് GCCയിലെ രാജ്യങ്ങൾ. ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ മതി. ഒന്നാമത്തത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. രണ്ടാമത്തത് സൗദി അറേബ്യ ആണ്, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, KSA എന്ന് പറയും. ഇനി ഞാൻ UAE, KSA, SOQ, SOM എന്നൊക്കെ പറയുള്ളൂ. നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കണം. ഇനി അറിയാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഒട്ടും ബേസ് ഇല്ലാത്ത ആളുകൾ, ബാക്കി ആളുകൾക്കൊക്കെ ഇത് അറിയായിരിക്കും. നാലാമത്തത് ഒമാനാണ്, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, SOM. 5 സ്റ്റേറ്റ് ഓഫ് ഖത്തർ, SOK. ആറാമത്തത് കിങ്ഡം ഓഫ് ബഹ്റൈൻ, KOB. ഇങ്ങനെ 6 രാജ്യങ്ങളാണ് ഗൾഫിലുള്ളത്. 6 രാജ്യങ്ങളാണ് ഗൾഫിലുള്ളത്. UAE, KSA, SOQ, SOM, SOK, KOB. ഇങ്ങനെ 6 രാജ്യങ്ങളാണുള്ളത്. ഈ 6 രാജ്യങ്ങളും കൂടിയിട്ടുള്ള
ഒരു കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറയാം, GCC എന്ന് പറയും. ഏഷ്യൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ അവർ തമ്മിലുള്ള ഒരു ഐക്യഘടനയാണ് GCC എന്ന് പറയും. ഇത് എല്ലാ അറബ് രാജ്യങ്ങളൊന്നും മുഴുവനായിട്ടും ഇതിനകത്ത് പെടത്തില്ല, പക്ഷെ ഗൾഫ് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അറബ്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് UAE വാറ്റിനകത്ത് പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് UAE എന്ന് നമുക്ക് UAEയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. UAEയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? UAEയിൽ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഉള്ളത്? സ്റ്റേറ്റിനെ നമ്മൾ അവിടുത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എമിറേറ്റ്സ് എന്ന് പറയും. അബുദാബി, ദുബായ്, അബുദാബി, സ്ക്രീനിൽ ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്, ഷാർജ ഉണ്ട്, അജ്മാൻ ഉണ്ട്, റാസൽ ഖൈമ ഉണ്ട്, ഫുജൈറ ഉണ്ട്, ഉമ്മുൽ ഖുവൈൻ ഉണ്ട്. ഇങ്ങനെ 7 എമിറേറ്റ്സുകളാണുള്ളത്. 7 എമിറേറ്റ്സുകളാണ് UAEക്കകത്തുള്ളത്. ഈ എമിറേറ്റ്സുകൾ ഇതിൻ്റെ UAEയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് UAE എന്ന് പറഞ്ഞത്. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, കേസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. ഇതിന് ഓരോ സ്റ്റേറ്റിനകത്തും ഓരോ എമിറേറ്റ്, നിങ്ങൾ സ്റ്റേറ്റ് എന്നുള്ളത് എമിറേറ്റ്സ് എന്നാണ്. ഞാൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, നമ്മളെല്ലാവരും ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇതിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ എമിറേറ്റ്സിനും ഓരോ രാജാക്കന്മാരുണ്ടാവും. ശരിക്കും ഒരു രാജ്യം നടക്കുന്ന പോലെ തന്നെ ദുബായ്ക്ക് ഒരു രാജകുമാരുണ്ടാവും, അബുദാബിക്ക് ഒരു രാജാവ് ഉണ്ടാവും, ഷാർജയ്ക്ക് ഒരു രാജാവ് ഉണ്ടാവും. ഇവരെല്ലാവരും കൂടിയിട്ട് ഈ സ്റ്റേറ്റുകൾ എല്ലാവരും കൂടിയിട്ട് ഇതെല്ലാം ഓരോ സെപ്പറേറ്റ് സ്റ്റേറ്റുകളായിട്ട് ഇങ്ങനെ പോയ സ്റ്റേറ്റുകൾ തന്നെയാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഐക്യപ്പെടലാണ് യഥാർത്ഥത്തിൽ UAE എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇപ്പോൾ ദുബായ്, അബുദാബി എല്ലായിടത്തുള്ള ഇതാണ്. ഇതിന് ഒരു മെയിൻ രാജാവ് ഉണ്ടാവും. അയാൾ എന്താ വിളിക്കാം? പ്രസിഡന്റിന് എന്താ വിളിക്കാം? UAEയുടെ രാജാവ് ആരാ? ആരെങ്കിലും അറിയാം UAEയുടെ രാജാവ് ആരാ? നിങ്ങൾ എന്തെന്നാന്ന് മനുഷ്യന്മാരെ, ആരാ UAEയുടെ രാജാവ് ആരാ? UAEയുടെ രാജാവ് ആരാ? UAEയുടെ പ്രധാനമന്ത്രി ആരാ? ഏത് കുടുംബ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. നഹിയ കുടുംബം. പിന്നെ പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രി ആരാ? UAEയുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ആണോ? ഇവരാരുടെയാണെന്നുണ്ട്? ഇവർ തമ്മിൽ ഒരു കരാറുണ്ട്. നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണ്ട, ഞാൻ എല്ലാം പറഞ്ഞ ഒരുപാട് സമയം പോകും. നിങ്ങൾ ശരിക്കും UAEയിൽ എല്ലാവരും ഗൾഫിൽ പോകാൻ ഭയങ്കര ആഗ്രഹം. അവിടെ എന്താ നടക്കുന്നതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? കറക്റ്റ് നോക്കണം. ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിനോട് തന്നെ ചോദിക്കണം കേട്ടോ. ഇതൊക്കെ ചെറിയ ബേസിക്സ് നോളജാണ്, നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഞാൻ വെബിനാറിനകത്ത് പറഞ്ഞാൽ തീരത്തില്ല. അങ്ങനെ ഒരുപാട് ബേസിക്സ് ഉണ്ട് അല്ലെ. UAE എന്ന് പറഞ്ഞ രാജ്യം എങ്ങനെ വന്നാണ്, ആ UAEയിൽ ഏതൊക്കെ എമിറേറ്റ്സുകളുള്ളത്, ഏതൊക്കെ സ്റ്റേറ്റ് ഉള്ളത്, അതിൽ ഓരോ രാജ്യത്തും ഓരോ സ്റ്റേറ്റിനകത്ത് ഓരോ രാജാക്കന്മാരുണ്ടാവും. ഈ സ്റ്റേറ്റുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു വലിയൊരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആ രാജ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു കരാറുണ്ട്. ഇന്ന സ്റ്റേറ്റിലെ ആളാണ് എപ്പോഴും ഇതിന്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇന്ന സ്റ്റേറ്റിലെ ദുബായിലെ ആളാണ് അവിടുത്തെ പ്രധാനമന്ത്രി, അബുദാബിയിലെ ആളാണ് അവിടുത്തെ പ്രസിഡന്റ്. ആരാണോ അവർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും തപ്പിയിട്ട് ഗൂഗിളിൽ പോയി തപ്പി പിടിച്ചോളി. ഞാൻ ഇപ്പം പറഞ്ഞാൽ മാതാപിതാ ഗൂഗിൾ ദൈവം തപ്പിക്കോളാം, കിട്ടും. ഈ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സമയം ഒരുപാട് പോകും, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ എല്ലാ രാജ്യങ്ങളും കൂടി നേരത്തെ GCC വാറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. GCC വാറ്റ് അല്ലെ, ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും കൂടി ഒരു മൊത്തത്തിൽ ഒരു നിയമം ഉണ്ടാക്കാണ്. നമുക്ക് എല്ലാവർക്കും ടാക്സ് പിരിക്കാം, ഇന്ന രീതിയിൽ പിരിക്കാം. അതിന് തന്നെ ഇൻഡർസ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വന്നു. ഇൻഡർസ്റ്റേറ്റ് UAE, ഇൻഡർസ്റ്റേറ്റ് UAE, UAEക്ക് അകത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് GCC രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എങ്ങനെയാണ്, എക്സ്പോർട്ടുകൾ എങ്ങനെയാണ്, ഇമ്പോർട്ടുകൾ എങ്ങനെയാണ്, ആ രാജ്യം മൊത്തത്തിൽ ഉണ്ടാക്കി. ഇതിന്റെ ഇടയിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് GCC രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ. ഖത്തറിനെതിരെയുള്ള കുറെ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ വന്നു അല്ലെ. ലോകകപ്പൊക്കെ നടക്കുന്ന സമയത്ത് അതിന് മുമ്പൊക്കെ ഭയങ്കര പ്രശ്നങ്ങളല്ലായിരുന്നു. ഖത്തറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ബാക്കിയുള്ള സൗദി ശ്രമിക്കുന്നു, അതിന് തണലായിട്ട് ദുബായ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അവർ ലോകകപ്പ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കിട്ടുന്നു. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഖത്തർ ഇതുവരെ വാറ്റ് നടപ്പാക്കിയിട്ടില്ല. ബാക്കിയുള്ള 2-3 രാജ്യങ്ങൾ നടപ്പാക്കി. ചില ആളുകൾ അന്ന് പറഞ്ഞതിന്റെ അപ്പുറത്തേക്കുള്ള ടാക്സ് പിരിക്കാൻ തുടങ്ങി. ഇപ്പൊ സൗദിയൊക്കെ വരാണെങ്കിൽ 15% ടാക്സ് പിരിക്കാൻ തുടങ്ങി. ഇവിടെ ആണെങ്കിൽ 5%. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഇപ്പൊ GCC വാറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. ഇൻ ദ സെൻസ് GCC വാറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ല. ഇപ്പൊ ഓരോ
രാജ്യത്തിനും ഓരോ UAE വാറ്റ്, സൗദി വാറ്റ്, ഇതിനെല്ലാം ഓരോ കൺട്രോൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴും GCC വാറ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അങ്ങനെ സംഭവം ഇല്ല, കുറ്റപ്പെടുത്തല്ല, സ്ഥാപനങ്ങളെ കളിയാക്കുന്നതല്ല. GCC വാറ്റ് എന്ന സംഭവം ഇല്ല. ഇനി നിങ്ങളിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അവിടെ പോയി കച്ചറയും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. നിലവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. ഇനി അവിടെ പോയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നൊന്നല്ല ഇന്നയാൾ പറഞ്ഞിരുന്നൊന്നും പറയണ്ട. നിങ്ങൾ ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നീ കിട്ടാത്ത കാലമൊന്നും അല്ലല്ലോ. ഓക്കെ, ഇന്നെ പറയൊന്നും വേണ്ട, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനൊന്നാവില്ല. എനിവേ, ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്തു? അവരുടേതായ ടാക്സ് സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു. അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ തന്നെ അതോറിറ്റി ബിൽഡ് ചെയ്തു. ഇപ്പം UAE എന്ന് പറയുന്ന മൊത്തം രാജ്യം, അവിടെ ഒരുപാട് എമിറേറ്റ്സുകൾ, ഞാൻ പറഞ്ഞ ഇത്രയും എമിറേറ്റ്സുകൾ ഉണ്ട്. ഈ എമിറേറ്റ്സുകളൊക്കെ ഓരോ എമിറേറ്റ്സിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ എമിറേറ്റ്സിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇപ്പം ദുബായ് എന്ന് നോക്കുകയാണെങ്കിൽ ദുബായിക്ക് ആഭ്യന്തരമായിട്ട് ഒരുപാട് നാച്ചുറൽ റിസോഴ്സ്, അത് ദുബായിയുടെ സ്വന്തം സ്വത്താണ്. ഇപ്പം ഷാർജയിൽ പോവാണ്, ഷാർജയിൽ ഒരു കൽക്കരി ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്തുണ്ടെന്ന് വിചാരിക്കും, അത് ഷാർജക്ക് മാത്രം ഉള്ള സ്വത്താണ്. റാസൽ ഗെയിമയിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കും, അത് റാസൽ ഗെയിമയുടേത് മാത്രമാണ്. അങ്ങനെ ഓരോന്നും അവരെ ഓരോ സ്റ്റേറ്റിലുള്ള സാധനങ്ങൾ ആ സ്റ്റേറ്റിന് മാത്രം അവകാശപ്പെട്ട, ഇതൊക്കെ ഓരോ രാജ്യങ്ങളായിട്ട് വന്നതായിരുന്നു. ഇതെല്ലാം ഡിഫറെന്റ് രാജ്യങ്ങളായിരുന്നു. അവർക്ക് ഓരോ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവരൊരു യുണൈറ്റഡ് എന്ന് പറയില്ലേ, ഒരു ഐക്യപ്പെടലില്ലേ, അതിലുള്ള ഒരു സംഭവമാണിത്. UAE ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണെന്നറിയാം? UAE ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാ? തപ്പനെ എല്ലാരും ഗൂഗിളിൽ തപ്പ, ഓരോരുത്തരെ കണ്ണ് കണ്ടാ മനസ്സിലാവും. തപ്പനെ ഇങ്ങനെ അടിച്ചു നോക്ക്. വെരി ഗുഡ്, അബുദാബി. അബുദാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ഏകദേശം എത്ര പെർസെന്റേജ് വരും? 50%. 50 വരുള്ളൂ. അബുദാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് UAE ഏറെക്കുറെ അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ആക്കിയിട്ട് UAE ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ഇത്രയും പെർസെന്റേജ് വരും ചിലപ്പോൾ. ബാക്കിയുള്ള ചെറിയ സാധനങ്ങൾ ഇങ്ങനെ ഇത്രയൊക്കെയാണ് ബാക്കിയുള്ള സാധനങ്ങൾ വരിക. ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പ്രസിഡന്റ് എവിടേക്ക് പോകുന്നത് എന്നുള്ളതൊക്കെ ഇനി ഒരു ഹിന്റ് തന്നു. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളി, തപ്പിക്കോളി. ആ രാജ്യത്തിന്റെ ഭരണഘടന, നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ ഏത് സ്ഥലം പോകണം അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകരുത്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഇതൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകില്ലേ, അടുത്ത ഇന്റർവ്യൂ പോകും. ഞാൻ പല ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ പോകുന്ന കമ്പനി ഏതാ നല്ല നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പോകുന്ന ഇൻഡസ്ട്രി ഏതാന്നുള്ളത് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇതില്ലാണ്ട് പോകരുത്. ബാക്കിയൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ്. നിങ്ങൾ പോകുന്ന ഇൻഡസ്ട്രി, നിങ്ങൾ പോകുന്ന കമ്പനി, ഇതൊക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടും. തപ്പുക. ഉദാഹരണം, ഞാനൊരു അല്ലാബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യണം എന്താണ് അല്ലാബിൾ. അല്ലാബിൾ കമ്പനിയുടെ മൊത്തത്തിൽ ഹിസ്റ്ററി ഉണ്ടോ, എബോട്ടസിൽ പോയാൽ ഫുള്ള് കിട്ടും. കുറച്ച് ഗൂഗിൾ ആക്ടിവിറ്റീസ് ഒക്കെ നടന്ന അതൊക്കെ കിട്ടും. ഇനി അല്ലാബിൾ ഗ്രൂപ്പ് എന്ന കമ്പനി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത്, ആ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള നോളജ്, ഇത് രണ്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന്റെ 90% നിങ്ങൾക്ക്. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുള്ളൂ, എനിക്ക് ഇതിലേക്കാണ് ആവശ്യം വേണ്ടത്. അല്ലാബിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓ അല്ലാബിൾ, അല്ലാബിൾ ഇന്ന കമ്പനി അല്ലേ, ഇത്ര വർഷം മുമ്പുള്ള കമ്പനി അല്ലേ, എനിക്കറിയാം, ഒരുപാട് കാലമായിട്ട് ഞാൻ കേൾക്കുന്ന കമ്പനിയാണ്, നല്ല കമ്പനിയാണ്. പറയും. പിന്നെ ഓയിൽ ഇൻഡസ്ട്രിയാണ്, നമ്മൾ ഓയിൽ ഇൻഡസ്ട്രി ഇന്ന രീതിയിലാണ്, ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പറ്റിയ ആളാണ് നമുക്ക് മനസ്സിലാവും ഇല്ലേ. ഇതൊരു നോളജും ഇല്ലാതെ അവിടെ വന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്റർവ്യൂ ഫെയിൽ ആവും അല്ലേ. 90% കോൺഫിഡൻസ് ആണ് വേണ്ടത്, 10% നോളജ് മതി പാസ്സാവാൻ. സെറ്റല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളെ. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ എമിറേറ്റ്സ് വന്നു, അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കി. ബാക്കിയുള്ള ടാക്സുകളെല്ലാം നമുക്ക് മറക്കാം. UAE വാറ്റിലേക്ക് മാത്രം വരാം. UAE 2 തരത്തിലുള്ള വാറ്റ്. ഒന്ന് സാധാ വാറ്റ്, പ്രൊഡക്റ്റ് സർവീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാറ്റ്. നേരത്തെ ഇന്ത്യയിലെ ഇൻഡയറക്ട് ടാക്സുമായി ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്തോളൂ. നമ്മളൊരു സാധനങ്ങളോ സേവനങ്ങളോ ഒരു രാജ്യത്ത് സർവീസ് അല്ലെങ്കിൽ എന്താ പറയാ, സപ്ലൈ നടക്കുമ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് വാറ്റ് എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായി? സപ്ലൈ എന്ന് പറഞ്ഞാൽ ഗുഡ്സുമായിട്ടോ സർവീസുമായിട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഈവന്റ് വാറ്റിനകത്ത് നടക്കുന്നതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. സിമിലർലി GSTയിലും അങ്ങനെ തന്നെയല്ലേ, ഗുഡ്സുമായിട്ടോ സർവീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഈവന്റ് ഒരു രാജ്യത്തിനകത്ത് നടക്കുന്നതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. വേർ ദർ ഈസ് സപ്ലൈ ദർ ഈസ് GST. സിമിലർലി വേർ ദർ ഈസ് എ സപ്ലൈ ദർ ഈസ് വാറ്റ്. എവിടെ സപ്ലൈ ഉണ്ടോ അവിടെ എന്തുണ്ടാവും? വാറ്റ് ഉണ്ടാവും. ചില സമയത്ത് ഗുഡ്സുമായി റിലേറ്റ് ചെയ്തായിരിക്കാം, സർവീസുമായിട്ടും റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കാം. സെറ്റായില്ലേ? ഓക്കെ അല്ലേ? ഇനി നേരെ കോർപ്പറേറ്റ് ടാക്സ് ഇന്ത്യയിലെ ഇൻകം ടാക്സുമായിട്ട് തൽക്കാലികം കണക്ട് ചെയ്തോളൂ.
അത് അങ്ങനെ തന്നെ പഠിക്കണ്ട, താൽക്കാലികം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതെന്താന്ന് പോകുന്ന വഴിക്ക് പറയാം. കോർപ്പറേറ്റ് ടാക്സ് ഇൻകം ടാക്സുമായി ഡയറക്റ്റ് ടാക്സുമായി കണക്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സിലെ വാറ്റിനെ കുറിച്ച് പറയാം. വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വാല്യൂ ആഡഡ് ടാക്സ്. ഇന്ത്യയിൽ GSTക്ക് മുമ്പേ ഉണ്ടായിരുന്ന ടാക്സുമായി ഒരു ചെറിയ ബന്ധം, എന്നാൽ GST ആയിട്ടാണ് കൂടുതൽ ഈ സംഭവത്തിന് ബന്ധമുള്ളത്. GSTക്ക് മുമ്പ് ഇന്ത്യയിൽ വാറ്റ് ആയിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ്. ഓരോ വാല്യൂ അഡീഷന്റെ മുകളിലും ടാക്സ് പിരിക്കുന്ന സിസ്റ്റമാണ് വാല്യൂ അഡീഷൻ ടാക്സ് എന്ന് പറയാം. അതായത് ഒരു UAE-ക്കകത്ത് ഞാനൊരു സാധനം സപ്ലൈ ചെയ്യും. ഉദാഹരണം മുഹമ്മദിന് ഞാനൊരു iPhone 15 Pro കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അതിന്റെ മുകളിൽ ഒരു 1,50,000 1,50,000 രൂപയാണ്. ഞാൻ റുപ്പീസിന്റെ പേരിലാണ് പറഞ്ഞു, 1,50,000 രൂപയാണ്. മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ AD കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് പോകാത്ത ആളുകൾക്ക് കൺഫ്യൂഷൻ, ബാക്കി ആളുകൾക്ക് AD ആയിരിക്കും സുഖം. പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ത്യൻ റുപ്പീസ് വെച്ച് പറഞ്ഞുതരാം. 1,00,000 രൂപയാണ് iPhone 15 Proയുടെ വില എന്ന് വിചാരിച്ചോളൂ. 1,00,000 15 Pro പ്ലസ് ഒരു 5% ടാക്സ്. ഈ ടാക്സ് മുഹമ്മദ് എന്ത് ചെയ്യണം? അല്ല, മുഹമ്മദിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ മുഹമ്മദ് എൻ്റെ കയ്യിൽ നിന്ന് 1,50,000 രൂപ പ്ലസ് 5% ടാക്സ് വാങ്ങിക്കൊള്ളണം. എന്നിട്ട് ഈ 5% ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്തോണം? മുഹമ്മദ് പേയ്മെന്റ് ചെയ്തോണം. ഇതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. കസ്റ്റമർ ഉണ്ട്, അതല്ലാത്ത രീതിയിലുള്ള ആളുകളുണ്ട്. ആ രണ്ടിനും ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം എന്താണ്? ഇത് ഒരു കസ്റ്റമർ ആണെന്ന് വിചാരിച്ചോളൂ. ഇതൊരു കസ്റ്റമർ ആണ്, ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇതിന്റെ ഒരു മാനുഫാക്ചറർ ആണെന്ന് വിചാരിച്ചോളൂ. ആദ്യം എന്ത് സംഭവിക്കാം? ആദ്യം എന്ത് സംഭവിക്കുന്നു? മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂട്ടർക്ക് പോകും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും. ഇതാണല്ലോ നമ്മുടെ ഒരു പ്രോസസ്സ് അല്ലേ? ഇന്ത്യയിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇതിലെ 1,50,000 രൂപ, ഇവിടെ ഒരു 1,50,000 പ്ലസ് 5%. ഈ ഒരു പൈസ കൊടുത്താലാണ് ഇയാൾക്ക് ഈ ഒരു സാധനം കിട്ടുള്ളൂ അല്ലെ? ഇയാൾക്ക് ഇതേപോലെ ഒരു പക്ഷേ ഈ സാധനം കിട്ടുന്നത് 1,30,000 പ്ലസ് 5% കൊടുത്തിട്ടായിരിക്കും ഇയാളുടെ അടുത്ത് കിട്ടുന്നുണ്ടാവുക അല്ലേ? ഈ ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യുന്നു? ശ്രദ്ധിച്ചോളെ. ഇവര് ഈ പറഞ്ഞ ആള്, ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് വെച്ചോളൂ. എ എന്ന് പറഞ്ഞ ഒരാള് എന്ത് ചെയ്യും? ഇവരുടെ അടുത്ത് നിന്ന് ഈ ഒരു 5% ടാക്സ് വാങ്ങിയിട്ട് ഗവൺമെന്റിലേക്ക് അടക്കും. ഈ ബി എന്ന് പറഞ്ഞ ആള് ഇവരുടെ അടുത്ത് നിന്ന് 5% വാങ്ങിയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. ഇതാണ് ഒരു സിസ്റ്റം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. GSTയിലെ സെയിം സിസ്റ്റം. എന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? നന്നായി ശ്രദ്ധിച്ചോളെ. എന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? പർച്ചേസ് കൂടുതലും സെയിൽ കുറവും വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്ന ടാക്സ് കൂടുതലും സെയിൽ ചെയ്യുന്ന ടാക്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അങ്ങനെയാണോ? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ടാക്സ് നമ്മൾ അവരടയ്ക്കുന്നത് ഇത് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് ഒന്നുകൂടി കുറഞ്ഞ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ മാത്രം. വെരി ഗുഡ്. നമ്മളൊരു ടാക്സ് അവർക്ക്, അതായത് ആ ടാക്സ് പ്ലസ് ആണല്ലോ നമ്മൾ റോ മെറ്റീരിയൽസിന് കൊടുക്കുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പർച്ചേസ് ചെയ്യുന്ന പേ ചെയ്യുന്ന ടാക്സ് അല്ല. കൺഫ്യൂഷൻ ആവണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ഒറ്റ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞ ക്ലിയർ ആണ്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഒരാളെ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇൻപുട്ട് ടാക്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സ് ഇൻപുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് എന്താ? എന്നിട്ട് നമുക്കിനി കണക്ട് ചെയ്യാം. സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സ്. സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ടാക്സ് ആണ് നമ്മൾ എന്താ പറയുന്നത്? ഔട്ട്പുട്ട് ടാക്സ്. ഇത് രണ്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ക്രെഡിറ്റ് ടാക്സ് എന്ന് പറയാം. അതായത് GSTയിലെ കണക്ക് പറഞ്ഞല്ലേ, അതേപോലെ നേരെ അങ്ങോട്ടേക്ക് എടുത്തു വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും GST ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ അത് കണക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഇടുന്നത്. ഉദാഹരണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു AC വാങ്ങുമെന്ന് വിചാരിക്കും. നന്നായി ശ്രദ്ധിച്ചോളൂ. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരു AC വാങ്ങുമെന്ന് വിചാരിക്കും. എനിക്ക് GST നമ്പർ ഉണ്ട്. എനിക്ക് GSTയുടെ നമ്പർ ഉണ്ട്. വിനോദ് കുമാർ സാറാണ് ഇത് എനിക്ക് സെയിൽ ചെയ്യുന്നത്. വിനോദ് കുമാർ സാറിനും GST നമ്പർ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇന്ത്യയിലെ പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്.
ഞാൻ എൻ്റെ GST നമ്പർ കൊടുത്തിട്ട് വിനോദ് സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വീട്ടിലേക്ക് ഒരു AC വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇൻപുട്ട് കിട്ടുമോ ഇല്ലേ? റൈറ്റ് ചോദ്യം, ഇൻപുട്ട് കിട്ടുമോ ഇല്ലേ? ഹലോ, കിട്ടും കിട്ടില്ലേ? കിട്ടില്ല. കിട്ടും 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 ഇൻപുട്ട് കിട്ടും. ഇൻപുട്ട് കിട്ടൂലേ? ഇൻപുട്ട് കിട്ടും. 100% ഇൻപുട്ട് കിട്ടും. പക്ഷെ എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി ചോദ്യം. എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഇപ്പൊ എല്ലാവരും അതിനല്ലേ ചെയ്യുന്നത്. ഓഫീസിൽ 2 AC വാങ്ങും, ഒരു ഓഫീസിലേക്ക് AC വാങ്ങുന്നു, വീട്ടിലേക്ക് AC അന്ന് തന്നെ 2 AC വാങ്ങും, ഒന്ന് വീട്ടിലേക്ക് ഒന്ന് വീട്ടിലേക്ക്, 2 ഇൻപുട്ട് എടുക്കുന്നില്ല ആളുകൾ. പക്ഷെ എടുക്കാൻ പാടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഇറ്റ്സ് ആൻ ഒഫൻസ്. അതായത് ഒരു ഗുഡ്സുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ക്യാപിറ്റൽ ഗുഡ്സുമായിട്ടോ അല്ലെങ്കിൽ അവിടെ വിൽക്കാനുള്ള ഗുഡ്സോ അല്ലാത്ത ബാക്കി എവിടെ നിന്ന് എടുക്കുന്നത് ക്ലെയിം ചെയ്യുന്നത് എന്താണ്? ഇതിന് എതിരാണ്. അതുകൊണ്ട് എന്താണ് ഗവൺമെന്റ് അതിനുള്ള ഫൈന് പെനാൽറ്റി അടക്കം തിരിച്ചടക്കേണ്ടതിന് പിടിച്ചു കഴിഞ്ഞാൽ, പിടിച്ചിട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കരുത്. പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഒഫൻസ് അല്ലാണ്ടാവില്ല കേട്ടോ. ഞാനത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ മാത്രമേ ഉള്ളൂ. എല്ലാ ഒഫൻസ് തന്നെ. കഴിഞ്ഞ ദിവസം GST സെഷൻ എടുക്കുന്ന സമയത്ത് സാറേ പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഇത്ര കാലമായിട്ട് പിടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ എന്നോട് ഒരൊറ്റം പറഞ്ഞു. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹെൽമെറ്റ് ഇടാണ്ട് എത്ര ആണ് ബൈക്കിൽ പോയിരുന്നു, എല്ലാം പോലീസ് പിടിച്ചിരിക്കണോ? അതുകൊണ്ട് അത് ഒഫൻസ് അല്ലാണ്ടാവണ്ട. ഇനി ഏതെങ്കിലും ഒരു ദിവസം പിടിക്കുമ്പോൾ ക്യാമറ കുടുങ്ങിയ ബാക്കി എല്ലാം ഇങ്ങോട്ടേക്ക് വരും. ഒരു കുടുങ്ങിയ സ്റ്റേഷനിൽ പോയി നോക്കി, നിങ്ങൾ ഇതുവരെ ഇടാത്ത ഹെൽമെറ്റിന്റെ സകല ക്യാമറയും ഫോട്ടോസ് ആയിട്ട് പോലും വരും. നല്ല എമൗണ്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മള് GST നമ്പർ ഉപയോഗിച്ച് എവിടെ പോയിട്ട് സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതിനാണ് ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സിമിലർലി UAE വാറ്റ് നിങ്ങൾ എല്ലാവർക്കും TR നമ്പർ ഉണ്ടായിരിക്കും. ടാക്സ് രജിസ്ട്രേഷൻ നമ്പറുള്ള UAEയിലുള്ള ഒരാളാണ് നിങ്ങൾ വിചാരിക്കും. നിങ്ങളത് ഉപയോഗിച്ച് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടോ, ആ പർച്ചേസ് എമൗണ്ട് നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പിന്നീട് ഈ സാധനം നിങ്ങൾ സെയിൽ ചെയ്യുമല്ലോ, വേറെ ആൾക്ക് വിൽക്കുമല്ലോ. വിൽക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുമല്ലോ. ആ വാങ്ങുന്ന ടാക്സ് നേരെ കീശയിലേക്ക് ഇടുക, എന്നിട്ട് നമ്മളെ അക്കൗണ്ടിലുള്ള ടാക്സ് നേരെ ഗവൺമെന്റിലേക്ക് കൊടുക്കുക. ഇതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയാം മലയാളത്തിൽ. ക്ലിയർ ആയോ? ചിലപ്പോൾ കൊടുക്കാനുള്ള ടാക്സ് കുറവാണെങ്കിൽ ഫുള്ള് കീശയിൽ ഇടാൻ പറ്റില്ല, കുറച്ച് അങ്ങോട്ടേക്ക് നടക്കേണ്ടി വരും. ഇതിനാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ഇതിന് പറയുന്നത്. സെറ്റായില്ല? അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ക്ലിയർ ആയില്ലേ? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെ നമ്മൾ നമ്മുടെ GST അല്ലെങ്കിൽ TR എന്ന് പറയാം കേട്ടോ. ഇവിടെ GST എന്ന് പറഞ്ഞാൽ അവിടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് പറയാം. ആ TR ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് കിട്ടും. ആ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഗുഡ്സ് എന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഉള്ളത്. വാറ്റ് 2 കാര്യങ്ങളുടെ മുകളിലാണ് അപ്ലിക്കബിൾ ആവുന്നത്. ഒന്ന് ഗുഡ്സിന്റെ പേരിലും മറ്റൊന്ന് സർവീസിന്റെ പേരിലാണ് വാറ്റ് അപ്ലിക്കബിൾ ആവുന്നത്. ഏറ്റവും ബേസ് മുതലാണ് തുടങ്ങുന്നത്. വാറ്റ് 2 കാര്യങ്ങളുടെ മേലിലാണ് അപ്ലിക്കബിൾ. ഒന്ന് ഗുഡ്സിന്റെ പേരിലും മറ്റൊന്ന് സർവീസിന്റെ പേരിലും. എന്താണ് ഗുഡ്സ്? Physical property that can be supplied including real estate, water and all forms of energy, electricity, oil, natural gas. ഇതിനൊക്കെ എന്താണ് പറയുന്നത്? ഗുഡ്സ് എന്നാണ് UAEയിൽ പറയുന്നത്. ഇതിങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറയുന്നത് എന്താ? ഇതിലെ പല സാധനം ഇന്ത്യയിൽ ടാക്സിന് പുറത്താണ്, പല സാധനം ഇന്ത്യയിൽ സർവീസുമാണ്. അപ്പൊ ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ മനസ്സിലാവും. ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി സപ്ലൈഡ് ഇൻക്ലൂഡിങ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ വേറെയാണ്, അത് നമ്മൾ പോകുന്ന വഴിക്ക് പറയാം. വാട്ടർ ആൻഡ് ഓൾ ഫോംസ് ഓഫ് എനർജി ഇൻക്ലൂഡിങ് ഇലക്ട്രിസിറ്റി, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം. വാട്ടർ ഗുഡ്സ് ആണ്, ഇലക്ട്രിസിറ്റി ഗുഡ്സ് ആണ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഗുഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ, അതിന് വേറെ ചോദ്യമൊന്നുമില്ല. ഇതിനെയാണ് വാറ്റിനകത്ത് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ബാക്കി എല്ലാം സർവീസ് ആണ്. എനിത്തിങ് വിച്ച് ഈസ് നോട്ട് ഗുഡ്സ് ട്രീറ്റഡ് ആസ് സർവീസ്. ഗുഡ്സ് അല്ലാത്തൊക്കെ സിമ്പിൾ ഡെഫിനിഷൻ. ഏതൊക്കെ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സ് അല്ലാത്തൊക്കെ സർവീസ്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഇന്ത്യയിലെ പോലെ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ് എന്ന് പറയാൻ ഒരുപാട് സംഭവങ്ങളില്ല. അപ്പം ഗുഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാം, സർവീസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി ജസ്റ്റ് ഞങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഒന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം.
ഇതിനൊക്കെയാണ് നമ്മൾ ഗുഡ്സ് സർവീസ് എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത്. സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഗുഡ്സ് ആണ്. സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഗുഡ്സ് ആണ്. ഇന്ത്യയിൽ എന്താ നിങ്ങൾ ആലോചിച്ചോളാം. സപ്ലൈ ഓഫ് വാട്ടർ ഗുഡ്സ് ആണ്. ട്രേഡ് മാർക്ക് സെയിൽസ് സർവീസ് ആണ്. ഗുഡ്വിൽ സെയിൽസ് സർവീസ് ആണ്. പാറ്റന്റിന്റെ സെയിൽസ് സർവീസ് ആണ്. റോയൽറ്റി, ലീസിംഗ്, ബിൽഡിംഗ്, എയർക്രാഫ്റ്റിന്റെ ലീസിംഗ്, ഇതെല്ലാം എന്താണ്? സർവീസ് ആണ്. ഇതിൽ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി എല്ലാ ആളുകൾക്കും അറിയായിരിക്കും. ട്രേഡ് മാർക്കിന്റെ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയും? ട്രേഡ് മാർക്ക് സെയിൽ, ഗുഡ്വിൽ സെയിൽസ്, ഇതൊക്കെ എന്താ? ശ്രദ്ധിച്ചോളൂ, ഇതൊക്കെ മനസ്സിലാക്കാതെ പോരുത്. എന്താണ് ട്രേഡ് മാർക്കിന്റെ സെയിൽസ്, ഗുഡ്വില്ലിന്റെ സെയിൽസ്? ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം, ഗുഡ്വിൽ സെയിൽസ് വരെ. ഗുഡ്വിൽ എല്ലാവർക്കും അറിയില്ലേ? ഗുഡ്വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. വി കോൺ ടച്ച് ആൻഡ് സീ, കാണാനും തൊടാനും പറ്റാത്ത സാധനമാണ്. എന്നാൽ അതിനൊരു വാല്യൂ ഉണ്ട് താനും. ക്രിപ്റ്റോ കറൻസി പോലെ സംഭവം. ക്രിപ്റ്റോ കറൻസി കേട്ടിട്ടില്ലേ? ബിറ്റ് കോയിൻ, ഇതേറിയം, ട്രോൺ, TRX. എന്താ ബിറ്റ് കോയിൻ ഇന്നത്തെ വില? 53 lakhs. 53 lakhs. കഴിഞ്ഞ മാസം എത്ര വില ഉണ്ടായിരുന്നു? 38 lakh. 38 ലക്ഷത്തിൽ നിന്ന് ഇന്ന് 53 ലക്ഷത്തിലേക്ക് പോയി. ഇതിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ആണ്. ഇതൊക്കെ ഉഡായിപ്പ എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ പണി പോലെ. ഞാൻ ഇപ്പം ദുബായിൽ ഒരു കമ്പനി കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6 ബിറ്റ് കോയിൻ ആണ്. കമ്പനിയുടെ ക്യാപിറ്റൽ 6 ബിറ്റ് കോയിൻ ആണ്. നിങ്ങൾ ആലോചിച്ച് കേട്ടാ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ അത് മാത്രമല്ല, ബാങ്ക് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ അത് മാത്രമല്ല, കമ്പ്യൂട്ടർ അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ മാത്രമല്ല, ക്രിപ്റ്റോ കറൻസിയിലെ BTC അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ. അപ്പൊ BTC കുറിച്ച് അറിയോ? ബിറ്റ് കോയിനെ കുറിച്ച് പഠിച്ചോളിട്ടോ. എന്ത് പറഞ്ഞ സാധനങ്ങൾ അവിടെയും ഇവിടെ സൈഡിലൊക്കെ എഴുതി വെക്കുക. തപ്പുക, ഗൂഗിളിൽ പോയി തപ്പുക, പഠിക്കാം. വേറൊന്നും ചെയ്യാനില്ല. ബിറ്റ് കോയിൻ ആളുകൾ പരസ്പരം നമ്മുടെ നാട്ടിലൊക്കെ പരിപാടി ഉണ്ട്. ഞാൻ രാഗി മാഡത്തിനെ ചേർക്കുന്നു, രാഗി മാഡം മുഹമ്മദ് ഖാനെ ചേർക്കുന്നു, മുഹമ്മദ് ഖാൻ രതീഷ് ചേട്ടനെ ചേർക്കുന്നു, രതീഷ് ചേട്ടൻ സാഹിലിനെ ചേർക്കുന്നു, സാഹിൽ ഷറഫുദ്ദീനെ ചേർക്കുന്നു. ഇവിടുന്ന് ഇടയിലൊക്കെ കമ്മീഷൻ, ബൈനറി, സെക്കൻഡറി, ഇതൊക്കെ തട്ടിപ്പാ. അക്കൗണ്ട്സ് ഉള്ളവരും വിവരമുള്ളവരൊന്നും ഇതിൽ പോരുത്. ഫുള്ള് തട്ടിപ്പാ. ഇതിലൊന്നും ഒരാൾ പോയി വീഴരുത്. അബദ്ധാണ്. അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ഒരു സംഭവമല്ല ബിറ്റ് കോയിനും ഇതേറിയവും ട്രോണൊന്നും. നമ്മുടെ ക്യാഷ് കൊടുക്കുന്നു, നമ്മൾ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിലോ ഇന്ത്യൻ എക്സ്ചേഞ്ചിലോ പോയി പൈസ കൊടുത്ത് ബിറ്റ് കോയിൻ വാങ്ങുന്നു. വില കുറയുന്ന സമയത്ത് വാങ്ങുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു. അതിന് കിട്ടുന്ന ലാഭമാണ് ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ പറയും. ഇന്ത്യയിൽ 30% ടാക്സബിൾ ആണ്. ട്രാൻസ്ഫറിന് 1% TDS ആണ്. ഇന്ത്യയിൽ ലീഗലാണ്. ലീഗൽ ടെൻഡർ അല്ല, ഇന്ത്യയിൽ ലീഗലാണ്. ഇതൊക്കെ പഠിച്ചോളി കേട്ടോ. ഞാൻ അത് പറയുന്ന സാധനം എവിടെയെങ്കിലും എഴുതി വെച്ചോളി. ഇതൊക്കെ നിർബന്ധമാണ്. നിങ്ങൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ, ദുബായിൽ USDT വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ക്യാപിറ്റൽ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. മനസ്സിലാക്കാൻ പറഞ്ഞത് മാത്രം. ഓക്കെ. അപ്പം സെയിൽ ഓഫ് ഗുഡ് വിൽ, ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു പച്ചക്കറി കട അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാനൊരു 10 വർഷത്തോളമായിട്ട് UAE ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ബക്കാല നടത്തുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല സെയിലൊക്കെ ഉണ്ട്. ഞാൻ ഇനി നാട്ടിൽ ജീവിക്കാമെന്ന് വിചാരിക്കാം. എനിക്കൊരു ആഗ്രഹം, ഇനി മതി, പൈസ ഒക്കെ ഉണ്ടാക്കിയാൽ മതി, അത്യാവശ്യമൊക്കെ ഇവിടെ നാട്ടിൽ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള പൂതിക്ക് ഇങ്ങനെ വന്നപ്പോൾ വിനോദ് കുമാർ സാറെ കാണാം. വിനോദ് കുമാർ സാർ വിളിച്ചു പറഞ്ഞു, സാറേ നിങ്ങൾ എടുത്തോളി, അതിന്റെ മൊത്തം വാല്യുവേഷൻ ഒരു 10 ലക്ഷം രൂപ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, 10 ലക്ഷത്തിനൊന്നും സൂപ്പർ മാർക്കറ്റ് ആവില്ല, നിങ്ങൾക്ക് അറിയാം. 10 ലക്ഷം റുപ്യാണ് അതിന്റെ വാല്യുവേഷൻ എന്ന് വിചാരിക്കും. വിനോദ് കുമാർ സാറോട് പറയും, സാറേ നിങ്ങൾ ഒരു 20 ലക്ഷം രൂപ തന്നേക്ക്, ഈ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് തരാം. 10 ലക്ഷം രൂപ അതിന്റെ വാല്യൂ പ്ലസ് 10 lakh rupees അതിന്റെ ഗുഡ് വിൽ. കാരണം ഇത്രയും കാലം 10 വർഷത്തോളമായിട്ട് ഞാൻ UAE നടത്തി അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമർ ബാക്കപ്പ് ഉണ്ട്, ആളുകൾ നിരന്തരം വരുന്നുണ്ട്, ഇപ്പൊ സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സാധനത്തിന് 10. അപ്പം ഇന്ത്യയില് ഈ സംഭവം ഒറ്റയടിക്ക് ഒരു സെയിൽ ഓഫ് ബിസിനസ് ആയിട്ട് ഇതിനെ കണക്കാക്കത്തുള്ളൂ. പക്ഷെ UAE 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. സെയിൽ ഓഫ് ഗുഡ് വിൽ ഈസ് എ സർവീസ്, മറ്റത് ഗുഡ്സ് ആയിട്ടും ട്രീറ്റ് ചെയ്യും. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കേട്ടോ, ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്തെന്താണ് സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 lakhന്റെ മുകളിൽ സർവീസിന്റെ ടാക്സും മറ്റേന്റെ മുകളിൽ ഗുഡ്സിന്റെ ടാക്സും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത്. ചെറിയൊരു പോയിന്റിൽ മാത്രം മനസ്സിലാക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് പറയാനുള്ളതാണ്. പക്ഷെ ഇത് എന്താണെന്നുള്ളത് ഒറ്റയടിക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇനി സ്ക്രീനിൽ നോക്കിക്കോളൂ, ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഗുഡ്സ് എന്താണെന്നുള്ളത്, സർവീസ് എന്താണെന്നുള്ളത് ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്തേക്കെ. ചെറുതായിട്ട് ഓക്കെ ആണെങ്കിൽ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ടോപ്പിക് ആണ്, എന്നാലും ചെറുതായിട്ട് ഓക്കെ ആണെങ്കിൽ പോവാം.
സെറ്റില്ല. ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്തേക്കും. ഞാൻ മെല്ലെ മെല്ലെ ഓരോരുത്തരെ റിമൂവ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ക്ഷമിച്ചോളൂ. ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യാത്ത മുമ്പോട്ട് വരാത്ത ആളുകളെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് റിമൂവ് ചെയ്യുന്നത് ഓരോരുത്തരെ എടുത്തിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല പോകുന്ന വഴിക്ക് ഇത്രയും ആളുകൾ എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു 10 ആളെ കിട്ടിയാൽ മതി ഇന്ന്. ബാക്കിയുള്ള ആളുകളൊക്കെ ഞാൻ എടുത്ത് റിമൂവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത്രയും ആളുകൾക്ക് വരാൻ പറ്റുമായിരുന്നില്ല. ഞാൻ ഇത് പറയണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്നാലേ വരുള്ളൂ. അപ്പൊ 5 എണ്ണത്തിന് റിമൂവ് ചെയ്യേണ്ടി ഒന്നല്ലേ ബാക്കി ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നീ ശ്രദ്ധിച്ചോളൂടാ. ഇതിന് മാത്രം ഞാൻ കരുണ കാണിക്കത്തില്ല. ബാക്കി എല്ലാം നമ്മൾ 100% നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യും. ഇനി അപ്പം UAE ഗുഡ്സ് എന്താന്ന് പഠിച്ചു, സർവീസ് എന്താന്ന് പഠിച്ചു, സപ്ലൈ എന്താന്ന് പഠിച്ചു. ഇനി 2 രീതിയിലുള്ള സപ്ലൈ ആണ് UAE വാറ്റിനകത്തുള്ളത്. ടാക്സബിൾ സപ്ലൈയും എക്സംപ്റ്റഡ് സപ്ലൈയും. 2 രീതിയിലുള്ള സപ്ലൈ, ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടാക്സ് ഉള്ളത്. ഒന്ന് 5%, മറ്റൊന്ന് 0%. രണ്ടും ടാക്സബിൾ സപ്ലൈ ആണ്. രണ്ടാമത്തത് എക്സംപ്റ്റഡ് ആണ്. മുഴുവനായിട്ടും വാറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് പുറത്തുള്ള സാധനം. ഇപ്പൊ 2 സപ്ലൈ, ഒന്ന് ടാക്സബിൾ സപ്ലൈയും രണ്ടാമത്തത് എക്സംപ്റ്റ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ടാക്സബിൾ വേറെ തന്നെ പഠിക്കണം, എക്സംപ്റ്റും വേറെ തന്നെ പഠിക്കണം. അപ്പൊ എന്താന്നുള്ളത് പോകുന്ന വഴിക്ക് മനസ്സിലാവും. അത് ഇൻപുട്ട് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തിനാ സീറോ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സംപ്റ്റ് രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുടെ. സോ രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും ഡിഫറെന്റ് കോൺസെപ്റ്റിലൂടെ പോകുന്നത്. ഒന്ന് 0 ആണ്, മറ്റേ ടാക്സ് ഇല്ല. രണ്ടിന്റെയും ഫലം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ രണ്ടും 0 തന്നെയാണ്. വട്ടപൂജയാണ് അതിന് വാല്യൂ. പക്ഷെ 2 കോൺസെപ്റ്റിലൂടെ പോകുന്നത്. ഒന്ന് ടാക്സബിൾ സപ്ലൈ, മറ്റൊന്ന് എക്സംപ്റ്റഡ് സപ്ലൈ. അപ്പൊ എന്താണ് ടാക്സബിൾ സപ്ലൈ? UAE നോർമൽ സപ്ലൈ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. UAE നടക്കുന്ന എന്ത് സർവീസ് ആവട്ടെ, എന്ത് ഗുഡ്സ് ആവട്ടെ, അതിനെല്ലാം UAE നടക്കുന്നത് 5% ആണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ. അപ്പൊ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിഫോൾട്ട് റേറ്റ്. ഇങ്ങനെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് റിക്കവർ ചെയ്യാം. റിക്കവർ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് എലിജിബിൾ ആണെന്ന് അർത്ഥം. അവിടുത്തെ ഒരു ടേം ആണത്. നമ്മൾ എന്ത് ഗുഡ്സ്, എന്ത് സർവീസ് നടന്നു കഴിഞ്ഞാലും എനിക്കൊരു വാറ്റിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുപയോഗിച്ചാണ് ഞാൻ ഈ പരിപാടികൾ നടത്തിയതെങ്കിൽ ആ ഒരു എമൗണ്ട് ഫുള്ളി റിക്കവറബിൾ ആണ്. ദാറ്റ് മീൻസ് ഇൻപുട്ട് ടാക്സ് എലിജിബിൾ ആണ് എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. ഞാനൊരാൾക്കൊരു ഐഫോൺ വിൽക്കുന്നു. ആ കൊടുത്ത ആ ഒരു ടാക്സ് എമൗണ്ട് എനിക്ക് GST ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഇതേപോലെ കണക്ട് ചെയ്താൽ മതി. റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും അയാൾ അടച്ച ടാക്സ് അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. അത് അയാൾക്ക് എടുക്കാം എന്നർത്ഥം, റിക്കവർ ചെയ്യാം എന്നർത്ഥം. ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ. രണ്ടാമത്തത് സീറോ റേറ്റഡ് സപ്ലൈ. ദീസ് ഗുഡ്സ് ആർ ടാക്സ്ഡ് അറ്റ് 0%. ഇതും ടാക്സബിൾ സപ്ലൈ ആണ്. ഇതിൽ ഏതൊക്കെയാണ് സീറോ റേറ്റഡ് എന്നുള്ളത് ഓരോന്നിനും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കും. സീറോ റേറ്റിലെ ഓരോ സാധനത്തിനും സ്പെസിഫൈ ചെയ്ത് പഠിക്കും. ഇതിലെ ഇൻപുട്ട് എന്താണ്? റിക്കവറബിൾ ആണ്. ഇതിലെ ഇൻപുട്ട് ടാക്സും റിക്കവറബിൾ ആണ്. ഇതിൽ എന്ത് റിക്കവറബിൾ എന്നാ? സീറോയിൽ എന്താ നമുക്ക് റിക്കവർ ചെയ്യാനുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? സീറോയിൽ എന്താണ് നമുക്ക് റിക്കവർ ചെയ്യാനുള്ളത്? അങ്ങനെ എന്ത് ചോദിക്കില്ല. ഉദാഹരണം, ഞാൻ iPhone 15 Pro വാങ്ങാന്ന് വിചാരിച്ചോളൂ. അതിന് ടാക്സ് ഇല്ല, 0% ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ അതിനൊരു ടാക്സും കൊടുക്കുന്നില്ല. ഇതിൽ എന്താണ് ഇൻപുട്ട് ടാക്സ് എലിജിബിലിറ്റി ഉള്ളത്? ശരിക്കും ചിന്തിക്കുക. തിരിഞ്ഞോ മനുഷ്യന്മാരെ? ഈ ഒരു സാധനമല്ലേ, ഇങ്ങനെ ശ്രദ്ധിക്കുക. ഈ ഒരു സാധനം എത്രയാ? ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഐഫോണിന്റെ സാധനം 1.5 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കും. ഈ സാധനത്തിന് ഞാൻ 1 രൂപ പോലും ടാക്സ് കൊടുക്കുന്നില്ല. ഇതിന്റെ ഇൻപുട്ട് ടാക്സ് റിക്കവറബിൾ ആണ്, ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതല്ല ഇപ്പൊ അവിടെ എഴുതിയേ. ടാക്സബിൾ സപ്ലൈ ആണ്, ഫുള്ളി റിക്കവറബിൾ. എന്തായിരുന്നു? ITC അവൈൽ ചെയ്യാൻ പറ്റും. എന്ത് അവൈൽ ചെയ്യാൻ പറ്റും? ഇത് 1 രൂപ ഞാൻ കൊടുത്തില്ല, 0 ആണ്. അല്ല, അവിടെ പറഞ്ഞ എഴുത്ത് അങ്ങനെയല്ലേ എഴുതിയേക്കുന്ന? ശ്രദ്ധിക്കട്ടോ, കൺഫ്യൂഷൻ ഉണ്ടായി കലങ്ങിയാലേ തെളിയുള്ളൂ. ഞാൻ സാധാരണ കുളം കലക്കിയിട്ടാണ് മീൻ പിടിക്കുക. അത് കലങ്ങിയാലേ തെളിയത്തുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ എഴുതിയ സാധനം വായിച്ചു നോക്കൂ. ദീസ് ഗുഡ്സ് ആർ ടാക്സ്ഡ് അറ്റ് 0%. ഈ ഗുഡ്സിന് 0% ഉള്ളൂ. ഇത് ടാക്സബിൾ സപ്ലൈ ആണ്. ഇൻപുട്സ് ആർ
recoverable. Input are recoverable. റിവേഴ്സ് ചാർജ്. എന്തായിരുന്നു റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് പറഞ്ഞാല് എന്താ കൃത്യമായിട്ട് എന്താ റിവേഴ്സ് ചാർജ് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ റിവേഴ്സ് ചാർജ് പറഞ്ഞോളൂ, ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്ത്. എന്താ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട് കേട്ടോ, ഞാൻ അത് കണക്ട് ചെയ്ത് തരാം. എന്താ റിവേഴ്സ് ചാർജ് മെക്കാനിസം? RCM എന്ന് പറഞ്ഞാൽ എന്താ? അതായത് റെസിപ്പിയന്റ് ടാക്സ് പേ ചെയ്യുന്നതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. റെസിപ്പിയന്റ് ടാക്സ് പേ ചെയ്യും. അവർ ആരാ ചോദിച്ചു ഇൻപുട്ട് എന്താന്ന് വെച്ചാൽ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സിനെയാണ് ഇൻപുട്ട് എന്ന് പറയട്ടോ. ഇതൊക്കെ മൈക്ക് മുട്ടിയട്ടെ. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇൻഡയറക്ട് ടാക്സിന്റെ ഓപ്പോസിറ്റ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. വെരി ഗുഡ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടാ. ഞാൻ അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ മറുപടി ആദ്യമായിട്ട് കേട്ടോ, പക്ഷെ സിമ്പിൾ ആയി, നൈസ്, ഇഷ്ടപ്പെട്ടു. റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇവർ പറഞ്ഞതുകൊണ്ട് ഇനി അതിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ തീർത്ത് പറയാം. നേരത്തെ ഫോർവേഡ് ചാർജ് മെക്കാനിസം പറഞ്ഞില്ലായിരുന്നു? എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഞാനത് ഇയാൾക്ക് അയച്ചു കൊടുത്തു, അവരവർക്ക് അയച്ചു കൊടുത്തു. ഇതിന് നേരെ റിവേഴ്സ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ കേസ് പറയാം. എനിക്ക് GST നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കേ. എനിക്ക് GST നമ്പർ ഉണ്ടെന്ന് വിചാരിക്കേ. മാളവിക മാഡത്തിന് GST നമ്പർ ഇല്ല. ഓക്കെ, ഞാൻ മാളവിക മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട്, മാളവിക മാഡം കാസർഗോഡാണ്. നിങ്ങളെ വീട് എവിടെയാ മാളവിക മാഡം? ഏത് രാജ്യം? തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ മാളവിക മാഡം തൃശ്ശൂരാണ്, ഞാൻ മലപ്പുറത്താണ്. എനിക്ക് GST ഉണ്ട്, മാളവികക്ക് GST ഇല്ല. അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ തൃശ്ശൂർ പോയിട്ട് മാളവിക മാഡത്തിൻ്റെ കയ്യിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അവർ സ്വന്തം കണ്ടെത്തിയിട്ടുള്ള അവർ മാത്രം സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് ഞാനൊരു ഒരു 60,000 രൂപയുടെ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ സാധനമാണ് മാഡത്തിൻ്റെ അടുത്ത് ഞാൻ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കും. ഞാൻ കഴിഞ്ഞ പൈസയൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് മാഡത്തിനോട് ചോദിക്കുകയാണ്, എനിക്ക് ബില്ല് വേണമെന്ന് പറഞ്ഞു. ഇൻവോയ്സിൻ്റെ റൂൾ എന്താണെന്ന് അറിയാം? ഇൻവോയ്സിൻ്റെ റൂൾ എന്താ? ടാക്സ് ഇൻവോയ്സിൻ്റെ റൂൾ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഒരു ബില്ല് എപ്പോഴാണ് കൊടുക്കേണ്ടത്? Supply. ഓൺ ഓർ ദ ഗുഡ്സ് വെൻ ഗുഡ്സ് ആർ റിമൂവ്ഡ് ഫോർ സപ്ലൈ. എപ്പോഴാണോ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ആ ഒരു മൊമെന്റിൽ എന്ത് ചെയ്തോണം? നമ്മൾ ബില്ല് കൊടുത്തോണം. ഓൺ ഓർ ബിഫോർ വെൻ ദ ഗുഡ്സ് ആർ റിമൂവ്ഡ് ഫോർ സപ്ലൈ. അതാണ് അതിന്റെ നിയമം കേട്ടോ, എഴുതി ചൊല്ലിട്ടാ. ഓൺ ഓർ ബിഫോർ വെൻ ദ ഗുഡ്സ് ആർ റിമൂവ്ഡ് ഫോർ സപ്ലൈ. GST ബില്ല് ഇല്ലെങ്കിൽ ഇൻസ്റ്റന്റിൽ 25,000 കിട്ടും ഫൈന്. ഒന്നെങ്കിൽ ഗുഡ്സ് വിൽക്കുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോകുന്നത് അപ്പം ബില്ലെടുത്തോണം. അതാണ് നിയമം. സെക്ഷൻ പറയരുതെന്ന് ചോദിച്ചാൽ, പക്ഷെ അത് അറിയാണ്ട് അങ്ങനെ പറഞ്ഞത്, ആ നിയമം അങ്ങനെയാണ്. അതിന്റെ എപ്പോഴും നിയമത്തിന്റെ പ്രശ്നം എന്താ അറിയാം? ഹി ഓർ ഷീ ഈസ് ലാബിൾ ടു പേ. അവനോ അവളോ ബാധ്യസ്ഥനാണെന്ന നിയമം പറയാം. ഇതിന്റെ ഇടയിൽ ബാക്കിയുള്ള കുറെ ആൾക്കാർ രക്ഷപ്പെടും. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടില്ല? ഉത്തരേന്ത്യയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാ? ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇയാളോട് തർക്കിച്ച് കുറച്ച് മുമ്പാണ്, ഞാൻ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാർ അവതരിപ്പിക്കാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ പ്രോഗ്രാമിന് പോയ സമയത്ത് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ TTRനോട് പറയാം, 2011-12 കാലഘട്ടത്തിലാണ് അങ്ങനെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ TTRനോട് പറഞ്ഞാണ്, ഹി ഓർ ഷീ ഈസ് ലാബിൾ. അവനോ അവൾ, അതിൻ്റെ ഇടയിലുള്ള മോനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നീ നിന്റെ തട്ട് നോക്കുക. അപ്പൊ നിയമം എപ്പോഴും അതിന്റെ ഇടയിലുള്ള ഒരു സാധനം ഇങ്ങനെ പറയണതാ. അപ്പൊ അതേപോലെ നിയമം എപ്പോഴും വായിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിയമം അധികം റൂള് പറയാത്ത. ഓക്കെ, എനിവേ, അപ്പൊ ഇല്ല, മാളവിക മാഡത്തിൻ്റെ അടുത്ത് ബില്ലില്ല. മാഡം പറഞ്ഞ കണ്ടീഷൻ ഒന്ന് ഇതാണ്, എനിക്ക് 40 ലക്ഷം രൂപയുടെ സെയിൽസ് ഇല്ല, അതുകൊണ്ട് ഞാൻ GST എടുക്കണില്ല. അതായത് സെക്ഷൻ 22 പ്രകാരം GST എടുക്കാൻ 40 ലക്ഷത്തിന്റെ മുകളിൽ സെയിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമാണ്. അതാണ് കമ്പൾസറി അല്ല, ഒരു എന്താ പറയാ, പേഴ്സൺ ലാബിൾ എന്ന് പറഞ്ഞ കാറ്റഗറി, സെക്ഷൻ 22. അതുകൊണ്ട് ഞാൻ GST എടുക്കണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ GST ബില്ല് വേണം താനും, എനിക്ക് GST ഉണ്ട്, GST ഇല്ലാതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ ഞാൻ തന്നെ എന്ത് ചെയ്യും? ഒരു ബില്ല് അടിച്ചിട്ട് ഞാൻ തന്നെ ആ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. അതാണ് റിസീവർ തന്നെ ടാക്സ് അടച്ച് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്ന സിസ്റ്റത്തിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. നേരത്തെ നടന്നതിന്റെ നേരെ റിവേഴ്സ്. നേരത്തെ എന്തായിരുന്നു? അവർ നമ്മളെ ടാക്സ് വാങ്ങുന്നു, ഗവൺമെന്റിലേക്ക് അടക്കുന്നു. ഇപ്പൊ അവർക്ക് വാങ്ങാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട്
അവരുടെ ബിഹാഫിൽ ഞാൻ തന്നെ ഗവൺമെന്റിലേക്ക് അടക്കുന്നത്. ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റിലേക്ക് പോകുന്നത്. ഇത് തന്നെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. കത്തില്ലേ? മനസ്സിലായിട്ടോ? എല്ലാരും ഇങ്ങനെ നോക്കിയാലെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി മനസ്സിലായി. ഓക്കെ, ഓക്കെ. ശരി ശരി, നിങ്ങൾ എല്ലാരും ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നും തിരിഞ്ഞിട്ടില്ല. സിമ്പിൾ ആണ്. GSTയിൽ എല്ലാ കോൺസെപ്റ്റും ഇതുപോലെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിനൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കി എടുക്കുന്നതുകൊണ്ടും മനസ്സിലാവരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്നതുകൊണ്ടൊക്കെയാണ് കുറെയൊക്കെ തിരിയാത്തത്. എനിവേ, അപ്പൊ റിവേഴ്സ് ഞാൻ പറഞ്ഞ കേസ് സീറോ റേറ്റഡ് സപ്ലൈയുടെ കേസുകൾ പറഞ്ഞുതരാം. ഇപ്പൊ സീറോ സപ്ലൈയുടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ദുബായിൽ നിന്ന് UAE നിൽക്കുന്ന ഒരാളാണ്. UAE സായില് ഇന്ത്യയിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ദുബായിലാണ്, സായിൽ ഇന്ത്യയിലുള്ള ഒരാളാണ്. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് എൻ്റെ ഒരു ലാപ്ടോപ്പ്, ഈ ഒരു ലാപ്ടോപ്പ് എടുക്കുന്നതാണ്. ഈ ലാപ്ടോപ്പ് എടുത്തിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് ദുബായ് എവിടെ പറയാം, സായിലുള്ളത് എവിടെ, നമ്മളെ ഇവിടെ ഇന്ത്യയിലേതോ കൊച്ചിയിലുള്ളതെന്ന് വിചാരിക്കും. ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് കൊച്ചിയിലേക്ക് അയക്കുകയാണ്. ഇതിനെന്താ പറയാ? UAE നിന്ന് പുറത്തെ രാജ്യത്തേക്ക് ഒരു സാധനം പോകുന്നതിന് എന്ത് പറയും? എക്സ്പോർട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനെ ഇമ്പോർട്ട്. ഇതിന്റെ റൂൾ എല്ലാവർക്കും അറിയില്ലേ? എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ റൂള് എന്താ? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് എത്ര, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് എത്ര? ഇന്ത്യയിലെ കോൺസെപ്റ്റ് എങ്ങനെയാ? 0. എക്സ്പോർട്ട് 0, ഇമ്പോർട്ട് ഇതെന്തിനാ തടുക്കുന്നത്? ഇതെന്തിനാ അങ്ങനെ വരുന്നത്? ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് GSTയിലെ ബേസിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇതിനകത്ത്. GSTയുടെ ബേസിൽ GST ഒരു ബേസ് പഠിക്കണുണ്ട്, എല്ലാവരും പഠിക്കണം GSTന്റെ ഒരു ബേസ്. നിങ്ങൾക്ക് GST കുറച്ച് കാര്യങ്ങൾ ആൾക്കാരെ GSTന്റെ ബേസ് നന്നായിട്ട് അറിയണം. ടാക്സ് സിസ്റ്റത്തെ കുറിച്ച് നല്ല ധാരണയാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 0% ആണ് എല്ലായിടത്തും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും ടാക്സ് ഉണ്ടാവും. ഇതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചോ? എക്സ്പോർട്ട് കൂടാൻ. അത് ശരിയാണ്. പിന്നെ ഇറക്കുമതി കുറയ്ക്കാൻ, ഇമ്പോർട്ട് കുറയ്ക്കാൻ. ഞാൻ ഇതിന്റെ റിയൽ എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ ഒരു സെഷൻ 2 ദിവസമായിട്ട് എടുത്താലും കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഇതിന്റെ റിയൽ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ. ഇതിന് മറക്കരുതേ. ഞാൻ പറഞ്ഞ ഒരു സാധനങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് എക്സ്പോർട്ടിന് ടാക്സ്. വെരി ഗുഡ്. ഞാൻ ഇതിനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ സാധനം ഒരിക്കലും മറക്കുന്നത് എക്സാമ്പിൾസ് ആയത് മറക്കരുത്. ഏതെങ്കിലും സമയത്ത് എന്നെ ഓർക്കാനും എന്നെ മറക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് മക്കളെ. ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ കറക്റ്റ് അല്ലേ? എല്ലാം പറഞ്ഞ കോൺസെപ്റ്റ് എക്സാമ്പിൾ ഒക്കെ ഇനി ചെയ്തോളെ. ഇനി ചെറിയ റിയൽ എക്സാമ്പിൾ പറയാം. ഇന്ത്യയിലെ കോൺസെപ്റ്റ് എടുത്ത് നേരെ അങ്ങോട്ടേക്ക് മറിക്കണേ നിങ്ങളെ. അവിടേക്ക് ഞാൻ 0 റേറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം പറയുന്നത്. ഇന്ത്യയിൽ ഒരു കേസ് എടുത്തോളൂ. നാളികേരമില്ലേ? തേങ്ങ തന്നെ എല്ലാവരും നാട്ടിൽ പോലെ നാളികേരം. ഓക്കെ, ഈ സാധനം ശ്രീലങ്കയിൽ 15 രൂപയുള്ളൂ കിലോന് വില. അറിയോ? 15 രൂപയുള്ളൂ. ഇന്ത്യയിൽ എത്രയാ വില? 30 to 40. ഓൺ ആൻ ആവറേജ് 30 ഉണ്ട്. ഇതിന്റെ ഡബിൾ ഉണ്ട് എന്ന് വിചാരിച്ചു. 15ന്റെ ഡബിൾ. ഞാനൊരു വെളിച്ചെണ്ണ കച്ചവടക്കാരനാണെങ്കിൽ, ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ശ്രീലങ്കയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഞാൻ ഇതല്ലേ ബുദ്ധിയുള്ളവൻ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഇമ്പോർട്ടിങ് എന്ന് പറയാം. ഇതുകൊണ്ട് രാജ്യത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വില കുറയും. നമ്മുടെ ഫോറിൻ കറൻസിയുടെ റേറ്റ്. വെരി ഗുഡ്. നന്നായി ശ്രദ്ധിച്ചോളെ. ഒന്നുകൂടി പ്രാക്ടിക്കൽ ആക്കി വെച്ചോളെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തേങ്ങ കൊട്ടത്തേങ്ങ ആവും. ഇതല്ലേ മലയാളം? നമ്മുടെ നാട്ടിലെ തേങ്ങ അവിടെ കിടക്കും അർത്ഥം. പുറത്തുള്ള സാധനം ഇങ്ങോട്ടേക്ക് വരും, നമ്മുടെ നാട്ടിലെ സാധനം. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താ അറിയാം? പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ എക്കോണമി നഷ്ടം വരും. ഇതിങ്ങനെ എക്കണോമിക്സ് ഒക്കെ ഇങ്ങനെ പഠിക്കണട്ടാ. ഇത് വെറുതെ കുറെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ്, ഡിമിനിഷിംഗ് ഫ്രീക്വൻസി കർവ്സ് ഒന്നും പഠിച്ചിട്ടൊന്നും എക്കണോമിക്സ് അല്ല. ഇതാണ് GDP എന്ന് പറഞ്ഞ സംഭവം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. കേട്ടിട്ടുണ്ടോ? GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും ആകെത്തുകയാണ് GDP. കേട്ടില്ലേ? അപ്പം ശ്രീലങ്കയിൽ നിന്ന് തേങ്ങ ഇവിടെ വന്നാൽ ഇവിടുത്തെ തേങ്ങ ഉൽപാദനം എന്ത് ചെയ്യും? കുറയും. അത് GDPനെ ബാധിക്കും. മാത്രമല്ല കർഷകന്റെ വരുമാനം കുറയും. ദാറ്റ് മീൻസ് സ്പെൻഡിങ് കപ്പാസിറ്റി കർഷകൻ്റെത് കുറയും. എന്തുകൊണ്ടാ? ഓരോരുത്തരുടെയും പെർ ക്യാപിറ്റൽ ഇൻകം കുറയും.
പെർ ക്യാപിറ്റൽ എന്ന ഒരു വ്യക്തിയുടെ ഇൻകത്തിനെയാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയാം. ഉദാഹരണം മാളവിക മാഡത്തിന് ഇതുണ്ട്, ആശ മാഡത്തിനുണ്ട്, റെയ്സിന്റെ ഉണ്ട്, സായിക്കുണ്ട്, മലോസിരിയൊക്കെ ഉണ്ട്, സിംസാൻ, എല്ലാവർക്കും ഒരു ഇൻകം ഉണ്ടല്ലോ നിങ്ങൾക്ക്. അതിനെയാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയാം. പെർ ക്യാപിറ്റൽ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡിങ് കപ്പാസിറ്റി കുറയും. സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉൽപ്പന്നം വാങ്ങാൻ ആളില്ലാണ്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ട് രാജ്യം മൊത്തത്തിൽ എന്ത് ചെയ്യും? GDP നെഗറ്റീവ് റേഷ്യോയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഗവൺമെന്റ് എപ്പോഴും ഇമ്പോർട്ടിങ്ങിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? 15 രൂപ ടാക്സ് നോക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കും. 15 രൂപ അതിന് വിലയുള്ളൂ. 15 രൂപ ടാക്സ് കൂടി വെച്ചാൽ എന്തായി? പിന്നെ ഇമ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. ഇങ്ങനെയാണ് എല്ലാ ഗവൺമെന്റുകളും ഇമ്പോർട്ടിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാം. ഇനി എക്സ്പോർട്ടിങ്ങിന് കേസ് എടുത്തോളെ. എക്സ്പോർട്ടിങ് എന്താ സംഭവിക്കാം? നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യത്തിലേറെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിലേറെ ഉൽപ്പാദിപ്പിക്കുന്ന എന്തോ സംഭവം ഉണ്ട് എന്ന് വിചാരിക്കും, അരി ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ഈ സംഭവം ഞാൻ എന്ത് ചെയ്യാണ്? ഈ സംഭവം ഞാന് UAE-യിലേക്കോ UK-യിലേക്കോ മലേഷ്യയിലേക്കോ തായ്ലാൻഡിലേക്കോ കയറ്റി വിടുകയാണ്. കയറ്റി വിടുമ്പോൾ എന്താ സംഭവിക്കാറിയാം? നേരത്തെ ആരോ പറഞ്ഞ പോലെ വെരി ഗുഡ്, വിദേശ കറൻസി, ഫോറിൻ കറൻസി നമുക്ക് എന്ത് ചെയ്യണം? അതായത് നമ്മുടെ രാജ്യത്തെക്കാൾ മൂല്യം കൂടുതലുള്ള കറൻസി നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ രാജ്യം എന്ത് ചെയ്യും? ഗ്രോത്ത് റേഷ്യോ കാണിക്കും. ലൈക്ലി ടു ബി GDP ഗ്രോ ചെയ്യും, പെർ ക്യാപിറ്റൽ ഇൻകം കൂടും, നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവും. അതുകൊണ്ട് എക്സ്പോർട്ടിങ്ങിനെ ഏത് രാജ്യവും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ഓരോത്തിനും പ്രൊമോഷൻ കൗൺസിലുകളുണ്ട്. ഇപ്പോൾ കാരണം നിങ്ങൾ ഒരു ഫുഡ് വിൽക്കുകയാണെങ്കിൽ ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ ഉണ്ട്. ഡ്രസ്സാണ് വിൽക്കുകയാണെങ്കിൽ അപ്പാരൽസിന്റെ ഒരു പ്രൊമോഷൻ കൗൺസിൽ ഉണ്ട്. എല്ലാത്തിനും കൗൺസിൽ. അതായത് നിങ്ങൾ ഒരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവിധ സംവിധാനങ്ങളും ഗവൺമെന്റ് ചെയ്യും. അതിന്റെ ലാഭം, ഫോറക്സ് ഗെയിന് ലാഭം മാത്രമല്ല, ഗവൺമെന്റിന് ഒരു സബ്സിഡിയും കൂടി തരും. എന്തിനാ? നന്നായിട്ട് പരിപാടി നടക്കാൻ. അതുകൊണ്ടാണ് കസ്റ്റംസ് ആൻഡ് ക്ലിയറൻസ് കേട്ടിട്ടുണ്ടോ? കസ്റ്റംസ് ആൻഡ് ക്ലിയറൻസ്. ഇങ്ങോട്ടേക്ക് വരുമ്പം കസ്റ്റംസുകാർ പിടിക്കുക, അങ്ങോട്ടേക്ക് ഫുള്ള് ക്ലിയറൻസ് ആണ്. പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വേം പൊട്ടെ അറിയും. മനസ്സിലായി? ഇതാണ് കസ്റ്റംസ് ആൻഡ് ക്ലിയറൻസിന്റെ പ്രാക്ടിക്കൽ. ഇങ്ങോട്ട് വരുമ്പോൾ ദുബായിൽ നിങ്ങൾ ഫോൺ എടുത്ത് വരുമ്പോൾ കസ്റ്റംസുകാർ പിടിക്കൂലേ? സ്വർണ്ണം എടുത്ത് വരുമ്പോൾ കസ്റ്റംസുകാർ പിടിക്കൂലേ? എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കുഴപ്പമില്ല, പൊയ്ക്കോളെ അറിയാം. അവസാനം ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെയും പിടിക്കും. മനസ്സിലായി? ഇതാണ് കസ്റ്റംസ് ആൻഡ് ക്ലിയറൻസ്. ഈ ഒരു ടേം അങ്ങനെ തന്നെ മനസ്സിലായിക്കോളി. തിരിഞ്ഞില്ലേ? അപ്പം ഇനി UAE-യിലേക്ക് വരാം. UAE രാജ്യത്ത് നിന്ന് പുറത്തെ രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് നേരത്തെ പറഞ്ഞ ലാപ്ടോപ്പ് എന്ത് ചെയ്യുന്നു? സായി എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ഇറക്കുകയാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ദുബായിയുടെ നിയമം എന്താണെന്നറിയോ? എക്സ്പോർട്ടിങ് ഫ്രീ ആണ്. എക്സ്പോർട്ടിങ് ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് വിടും. അപ്പൊ ഇതിന് യഥാർത്ഥത്തിൽ ഈ ലാപ്ടോപ്പിന് 5% ടാക്സ് ഉണ്ട്. ഈ ലാപ്ടോപ്പിന് 5% ടാക്സ് ഉണ്ട്. 5% ടാക്സ് ഉണ്ട്. അപ്പൊ ഞാൻ സായില് കേരളത്തിലാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് 5% ടാക്സ് കൊടുത്തിട്ട് ഞാൻ ദുബായിലെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി. 5% ടാക്സ് കൊടുത്തിട്ട് ദുബായിൽ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി. ഇതിന് ഉദാഹരണം ഒരു 10 രൂപ വില ഉണ്ടെങ്കിൽ 10,000 പ്ലസ് 5% ഞാൻ എന്ത് ചെയ്തു? ഇതിന് കൊടുത്തിട്ട് ഞാനത് വാങ്ങി. അപ്പൊ എൻ്റെ അക്കൗണ്ടിൽ 5% ടാക്സ് കയറിയല്ലോ. എന്നിട്ട് ഈ സാധനം ഞാൻ സെയിൽ ചെയ്യണത് ദുബായിക്ക് അല്ലെങ്കിൽ UAE-ക്ക് പുറത്തുള്ള ഇന്ത്യയിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. പുറത്ത് പോകുമ്പോൾ എനിക്ക് ടാക്സ് ബാധ്യതയില്ല. അപ്പൊ ഞാൻ ഇത് പുറത്തേക്ക് വിറ്റു. അപ്പൊ എൻ്റെ അക്കൗണ്ടിൽ 5% കിടക്കുന്നില്ല. ഈ 5% എനിക്ക് എടുക്കാം എന്നാണ് പറഞ്ഞത്. അതായത് എക്സ്പോർട്ട് ചെയ്യുന്നവന്റെ ടാക്സും വേണ്ട, ഗവൺമെന്റിന് ഒന്നും വേണ്ട, അവന് ഫുള്ളായിട്ട് ഫ്രീ ആണ്. അവന് ടാക്സും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് ഇൻപുട്ട് ടാക്സ് റിക്കവറബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തിയോ? തിരിഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാരെ? ഓക്കെ അല്ലേ? കുറച്ചാളും കൂടി റിമൂവ് ചെയ്തല്ലോ. കുറച്ച് ഇത്ര ആളുകൾ വേണ്ടല്ലോ നമുക്ക്. ഓക്കെ, എല്ലാവരും വരുന്നു. ഇത്രയും നേരത്തെ എവിടെയായിരുന്നു? ഓക്കെ, 2 ആളുകളെ പിടിക്കാം, പുറത്തിടാം. വീഡിയോ വരാത്ത ആളുകൾ ഒരു കാരണവശാലും പോകുന്ന യാത്രയിൽ കൂട്ടത്തില്ലേ. അത് മാത്രം ഞാൻ സ്ട്രിക്റ്റ് ആണ്. ബാക്കിയുള്ള എന്തിനും എനിക്കൊരു പ്രോബ്ലം ഇല്ല. ബാക്കി എന്തിനേയും എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഇത് മാത്രമാണ് നമ്മൾ നമ്മുടെ അക്കാഡമി ഫ്രണ്ട്ലൈനിൽ നമ്മൾ കൊണ്ടുവരാത്തതിന് കാരണം ഞാൻ പറഞ്ഞില്ല, 20,000 രൂപയുടെ അക്കൗണ്ടിങ് കോഴ്സ് എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. ഇറ്റ്സ് നോട്ട് ഫോർ ഡിസൈൻ ഫോർ എവരിവൺ. എല്ലാവർക്കും വേണ്ടി ഡിസൈൻ ചെയ്ത ഒന്നല്ല. അതുകൊണ്ടാണ്. എത്ര ആൾക്ക് വേണം അക്കൗണ്ടിങ് കോഴ്സ്? എത്ര ആൾക്ക് വേണം ഫ്രീ ആയിട്ട്? 20,000 റുപ്പീസിന്റെ ഫ്രീ കോഴ്സ് എത്ര ആൾക്ക് വേണം? ഒന്ന് ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞേ.
ഓക്കെ ഓക്കെ. എന്തൊക്കെയാ ഡയലോഗ്? എന്റെ ക്യാമറ വർക്ക് ചെയ്യില്ല, കിച്ചണിലാണ്, ഹെൽപ്പ് ആക്കണം, സാറെ ഡിലീറ്റ് ചെയ്യല്ലോ, ഒഴിവാക്കല്ല. പേഴ്സണൽ മെസ്സേജോട് മെസ്സേജാ അല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം, എല്ലാവരോടും തന്നെ ഉണ്ട്. ഓക്കെ, നിലവിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അത് ഒരു കാര്യം പറയാം, 1500 ആളുകൾ ഫ്രീ ആയിട്ട് ആ കോഴ്സ് ആക്സസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ നിലവിൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീമിയം സെഷൻ ആയിരിക്കും. ഞാൻ എല്ലാം ഇതുപോലെ എക്സാമ്പിൾസ് ആയതും ഒരിക്കലും പിന്നീട് ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് എക്സാമ്പിൾസ് ആയതും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഒരു ബേസിക് സെഷൻ ഒക്കെ എത്തിയിട്ടുണ്ട്, ടാലിയിലേക്ക് അകത്തേക്ക് നമ്മൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡിങ്സ് കാണോ? തന്നാ കാണോ? കാണും. പ്രൊജക്ട് ചെയ്യാനുണ്ടാവും, അസൈൻമെന്റുകൾ ചെയ്യാനുണ്ടാവും, സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ഓൺ അക്കാദമിയുടെ ആപ്പ് ഉണ്ടാവും, ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് അസൈൻമെന്റുകൾ ഉണ്ടാവും, ഫുള്ള് പ്രാക്ടിക്കൽ ചെയ്യാം. നിലവിൽ നിങ്ങൾക്ക് ഇത്രയും ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. സീരിയസ് ആയിട്ട് പറയണം, ഞാൻ എന്നെ പൊക്കി പറയല്ല, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, ഇത്രയും നല്ല കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കാരണം ഇതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കേരളത്തിൽ മൊത്തം ഒരു കൺസൾട്ടിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-20 ആളെ ഹെയർ ചെയ്തു. MBA-ക്കാരെ തന്നെയാണ് ഹെയർ ചെയ്തത്. ഹെയർ ചെയ്ത് ഞാൻ കുറച്ച് കണക്കുകളൊക്കെ കൊടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, പെട്ടിക്കടയുടെ കണക്ക് പോലും ഈ സാധുക്കൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്ത കാര്യമാണ്. പെട്ടിക്കടയുടെ കണക്ക് പോലും ചെയ്യാൻ ഈ സാധുക്കൾക്ക് അറിയില്ല എന്നുള്ളത്. അങ്ങനെ വിചാരിച്ചു വന്നാൽ പിന്നെ കാര്യം ചെയ്യാം, ടാലി പഠിപ്പിക്കാം. ടാലി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഒരു ബേസിക്സും ഈ പാവങ്ങൾക്കില്ല എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയതാ ഈ ഒരു സംഭവം. 16-18ഓളം ക്ലാസ്സായി, 2 മാസമായി. പക്ഷേ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, ഇത് തന്നെയായിരിക്കും പലരുടെയും അവസ്ഥ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചിലപ്പോൾ നമ്മൾ UA ബാങ്കിന്റെ സെഷൻ 2 ദിവസമായി പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും അട്രാക്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ? ബാങ്കിലെ അക്കൗണ്ടും നമ്മുടെ കമ്പനിയിൽ നമ്മൾ സ്കീപ്പ് ചെയ്യുന്ന ബാങ്കിലെ ഇതും തമ്മിൽ ടാലി ചെയ്യുന്നതിനാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. അതായത് ബാങ്കിൽ ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള ബാങ്കിലെ പാസ്ബുക്കും ക്യാഷ് ബുക്കും. ഓക്കെ, ശരി, നിങ്ങൾ പറഞ്ഞ എല്ലാം ശരി തന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും യഥാർത്ഥത്തില്? ഞാൻ റീകൺസിലിയേഷനാണ്. ബാങ്ക് റീകൺസിലിയേഷൻ നമുക്ക് കൺവീനിയൻസിന് വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ എൻ്റെ മൊബൈൽ ആപ്പൊക്കെ തുറന്നു നോക്കി, ഇതിൽ 10 ലക്ഷം രൂപ ഉണ്ട്. ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. 10 lakh rupees ഉണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഷഹീദിന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് വിചാരിക്കേ. ഞാനൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് ഷഹീദിന് കൊടുത്തു. ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എൻ്റെ പാസ്ബുക്ക് വാങ്ങി, പാസ്ബുക്കിനകത്ത് 10 ലക്ഷം രൂപ ഒക്കെ ചേർത്തി വെച്ചു. പാസ്ബുക്കിൽ ഉണ്ട് കേട്ടോ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ട്. സയ്യിദിന് എന്ത് ചെയ്തു, ഒരു 10 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തു. അത് ചെക്ക് ഇതായാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. ചെക്ക് ഇതായാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കയറൂലല്ലോ, പാസ്ബുക്കിൽ മാത്രമേ ഇരിക്കുള്ളൂ. ചെക്ക് ഇപ്പൊ കൊടുത്ത് ചെക്ക് നമ്മള് ആ പുള്ളിയുടെ അക്കൗണ്ടിലോട്ട് പോയേ ഇല്ലെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പാസ്ബുക്കിൽ തന്നെ ഇരിക്കുള്ളൂ പറ്റുള്ളൂ. ആവട്ടെ, വെരി ഗുഡ്. ഞാൻ അങ്ങനെ ഷഹീദിന് 10 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തു. ഷഹീദ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് മാറാൻ വേണ്ടി ശ്രമിച്ചു. ചെക്ക് മാറാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവം ഉണ്ടാവും. എന്റെ അക്കൗണ്ടിൽ നോക്കുമ്പോൾ 10 ലക്ഷം. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് അറിയണമെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യണം. പൈസ നമ്മുടെ അക്കൗണ്ടിൽ 10 ലക്ഷം ഉണ്ട്. എന്റെ മനുഷ്യന്മാർ, എന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. നോർമൽ കേസിൽ ബാങ്ക് റീകൺസിലേഷന്റെ ആവശ്യമില്ല. കാരണം ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ബാങ്കിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയി. പാസ്ബുക്ക് ഈ സംഭവം ഉണ്ടോ? മറ്റൊരു ചോദ്യമാണ്. പാസ്ബുക്ക് ഒക്കെ എടുത്ത് ചെയ്യണം. ഇപ്പൊ എല്ലാവരും എടുത്തും ഇപ്പൊ സോഹോ ബുക്സിൽ എന്റെ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്നത് സോഹോ ബുക്സിലാണ്. ഞാൻ സോഹോ ബുക്സ് ആരെങ്കിലും ഉപയോഗിക്കണോ? സോഹോ ബുക്സ് ആരെങ്കിലും ഉപയോഗിക്കണ്ടോ? നമുക്ക് അറിയില്ലല്ലോ. സോഹോ ബുക്സ് ആരെങ്കിലും ഉപയോഗിക്കണ്ടോ? ഇല്ല. സോഹോ ബുക്സ് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ എല്ലാരും.
ഏറ്റവും കൂടുതൽ ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ടാലിയെ മറികടക്കുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് സോഹോ. 100 മില്യൺ യൂസേഴ്സ് ആണ് സോഹോക്കുള്ളത്. 150 രാജ്യങ്ങളിലേറെ അവർ സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? സോഹോ ZOHO സോഹോ ബുക്സ്. ZOHO. ആ സോഹോ ബുക്ക്. സോഹോ ബുക്സ് ഞാൻ കാണിച്ചു തരാം. സോഹോ ബുക്സ് ഇതാണെന്നുള്ളത് കാണിച്ചു തരാം. സ്ക്രീൻ കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്ക് ഞാൻ എന്റെ ലിങ്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാവരും പഠിക്കണം കേട്ടോ. വെറുതെ നോക്കിക്കാനല്ല, ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇതാണ് സോഹോ ബുക്സിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ രീതി, ഒരു അവസ്ഥ. ഇതിനകത്ത് ബാങ്ക് റീകൺസിലേഷൻ AI ഒക്കെ കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ AI കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? AI കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അതൊക്കെ ഓൾമോസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് സോഹോയില്. അപ്പൊ അതുകൊണ്ട് ക്ലൗഡ് ബേസ്ഡ് ആണ്, 100% ക്ലൗഡ് ബേസ്ഡ് ആണ്. ക്ലൗഡ് ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണം അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോളെ, അതിന് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് വിനോദ് കുമാർ സാറിന് പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്റെ ബാങ്കിൽ നിന്ന് പോകും. ബാങ്കായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഇനിയിപ്പോ സിംസാർ എനിക്കൊരു 20,000 രൂപ തരാനുണ്ട്. സിംസാർ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 20,000 വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിംസാറിന്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും. എങ്ങനെയുണ്ട്? നിങ്ങളെ പണി എവിടെ? നിങ്ങൾക്കൊന്ന് പണി എവിടെ ഉള്ളപ്പോ? അപ്പൊ ബാങ്ക് റീകൺസിലേഷൻ വേണ്ട. പണി പോയി. പണി പണി പോകുന്നല്ല, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ പണി പോവില്ല എന്ന് ഞാൻ പറയാം. പക്ഷെ ഇത് പഠിച്ചോ വന്നാൽ നിങ്ങളെ പണി പോകും. നിങ്ങളെ അക്കൗണ്ടന്റിന്റെ പണി പോകുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ്, അതേസമയം വേറൊരു അക്കൗണ്ടന്റ് വരുന്നു, അയാൾക്ക് സോഹോ അറിയെങ്കിൽ അയാൾ ചിലപ്പോൾ നിങ്ങളെ പണി കളഞ്ഞേക്കും. അതിന്റെ ഒറ്റ വഴിയുള്ളൂ, പഠിക്കുക. പഠിക്കാൻ വേണ്ടി നന്നായിട്ട് എടുക്കുക. പഠിക്കാൻ എടുക്കുന്ന ഒരു സമയം ഒന്നും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. അതിന് സീരിയസ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇവിടെ വന്ന് വീഡിയോ ഓഫ് ചെയ്ത് സിനിമ കാണാൻ വന്ന് ഇരുന്ന പോലെ ഇരുന്നാൽ നിങ്ങൾ ഏതോ ഒരു ധന്യ നിമിഷത്തിൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഡോണ്ട് ബി ഇൻ എ ബെഡ് എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഇപ്പോൾ എത്ര ആളുകൾ സീരിയസ് ആയിട്ട് എഴുതി പഠിക്കുന്നു, അവർക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്തവർക്കൊക്കെ കട്ട പോകാൻ സമയം പോയി എന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. സോഹോയുടെ ക്ലാസ് ഉണ്ടാകുമോ സാർ? സോഹോന്റെ ക്ലാസ് ഒക്കെ ഉണ്ടോ? കുറച്ചൊക്കെ യൂട്യൂബിനകത്ത് കിട്ടുന്നുണ്ടാവും. അവിടെയൊക്കെ പോയി കണ്ടോളൂ. അവിടെ ഉണ്ടാവും 2-3 മണിക്കൂർ സെഷൻ ഒക്കെ ഉണ്ടാവും. കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ലിങ്ക് ഞാൻ അയച്ചു തരാം, എങ്ങനെ അത് ആക്സസ് ചെയ്യണമെന്ന് വേണ്ടൊക്കെ. അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കുറച്ചൊക്കെ കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ വാട്സാപ്പില് ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ലിങ്ക് ഇട്ട ആ സാധനത്തിൽ ഇട്ടരാം. അതിലിട്ടരാം. ചാർട്ട് ഓഫ് അക്കൗണ്ട് ഒക്കെ ഉള്ളത് എന്തായിരുന്നു? അതിലല്ലേ ചാർട്ട് ഓഫ് അക്കൗണ്ട്, കറന്റ് അസറ്റ്, അതർ കറന്റ് അസറ്റ്. ഓക്കെ. സോഹോ ഇന്ത്യൻ ആണോ ചോദിച്ചത്? പ്യൂർലി 100% ഇന്ത്യൻ ആണ്. തമിഴ്നാട് സോഫ്റ്റ്വെയർ ആണ്. ശ്രീധർ വേണ്ടി. അതെ, തമിഴ്നാട് സോഫ്റ്റ്വെയർ ആണ് സോഹോ എന്ന് പറയുന്നത്. അതുപോലെ ടാലിയും ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ്, ബാംഗ്ലൂർ ബേസ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഇന്ത്യക്കാരാണ് കൊണ്ടുപോകുന്നത്. അടിപൊളിയാണ്. അപ്പോൾ സോഹോയെ മറികടക്കാൻ ഇപ്പം നിലവിൽ ഞാൻ ടാലി വിചാരിച്ചാൽ നടക്കില്ല. അതിന് മുകളിൽ കയറി പോയി കഴിഞ്ഞു. 100 മില്യൺ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സോഷ്യൽ മീഡിയാസിനൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാറുള്ളൂ അല്ലേ? ഫേസ്ബുക്കിന് ഇത്ര മില്യൺ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് 100 മില്യൺ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു യൂസർ ഫ്രണ്ട്ലി എത്രയെന്നുള്ളതും അതിന്റെ സ്വീകാര്യത എത്രയെന്നുള്ളതും അത് പഠിച്ചാലുള്ള ജോലിയുടെ സാധ്യതയൊക്കെയാണ് അവരൊറ്റത്തിൽ പറയുന്നത്. വാട്ട് അബൌട്ട് സ്റ്റാറ്റസ് ഓഫ് SAP സോഫ്റ്റ്വെയർ? അടിപൊളി സോഫ്റ്റ്വെയർ ആണ്, പണി ഉണ്ടാവില്ല എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആരാ ചോദിച്ചേ SAPനെ കുറിച്ച്? പണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതോ? പണി ഇല്ലാത്തതുകൊണ്ട് തന്നെ. കേരളത്തിൽ 11 കമ്പനികളുണ്ട് SAPയിൽ വർക്ക് ചെയ്ത്. ഇതിൽ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പം എന്ത് ചെയ്യണ്ടേ, അവിടെ ജോലിയിൽ നിൽക്കുന്നുണ്ട്. 1000-ലധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ SAPയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 12 വർഷം. 2 വർഷം അല്ലേ? വെരി ഗുഡ്. 12 years. ഓക്കെ, അത് നിങ്ങളുടെ എക്സ്പീരിയൻസാ? അതുപോലെയുള്ള ഇവിടുത്തെ ഒരു സാധ്യത എത്രത്തോളാണ് സാറേ, മുജീബ് സാറേ? സാധാരണക്കാർ പഠിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കുത്തൊഴുക്കിന്റെ ഒരു സാധ്യത എത്രത്തോളം? വളരെ കുറഞ്ഞ കമ്പനികൾ മാത്രം ചെയ്യുന്ന ഒരു ഏരിയയിൽ സോഫ്റ്റ്വെയർ വെരി കോസ്റ്റ്ലി ആണ് സർ.
അതാണ് ഇത് സത്യം. പട്ടികത്തെ മുജീബ് MNC സാറിന് സത്യം മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. നിരീക്ഷണം പറഞ്ഞുതരാം. മിനിമം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ 5 CR വേണം. മിനിമം 5 CR ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MNC മാത്രമേ ഉപയോഗിക്കുന്നു. ഞാൻ ജർമ്മൻ കമ്പനിയിലായിരുന്നു. MNC മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതെ 5 കോടി രൂപ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് 7500 രൂപയ്ക്ക് സോഹോ ബുക്സ് കിട്ടും. അവിടുത്തെ 5 കോടി രൂപ എടുത്താലേ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. ആനുവൽ AMC ഓൺ ആൻ ആവറേജ് 40 lakh. ഇയർലി 40 ലക്ഷം രൂപ ഇതിന് മെയിൻ്റെനൻസ് ചാർജ് വേണം. ഇത്തരം കമ്പനികൾ മാത്രമാണ് SAP ഉപയോഗിക്കുക. അതിൽ എത്രത്തോളം കേരള കമ്പനികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു. അതായത് ജോലി ഇല്ല എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിൽ ജോലി ഇല്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ കമ്പനിയിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഹൈ പെയ്ഡ് സാലറി ഒക്കെ കിട്ടും. പക്ഷെ അവിടെ എത്തിപ്പെടാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം മാത്രമാണ് അതിന് പ്രശ്നം കണ്ടത്. ഞാൻ 2008ലാണ് സാർ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് കേരളത്തിൽ ഒരു കമ്പനി മാത്രം ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അത് 12 കമ്പനിയായി മുജീബ്. അപ്പം അതാണ്, അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ജോലി എന്തുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അത്രയും കപ്പാസിറ്റി ഉള്ളവനെ ഇത് ചെയ്യുള്ളൂ. അവിടെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറ്റപ്പെടുത്തലല്ല. നിങ്ങൾ ഇതിപ്പോ നിലവിൽ പഠിക്കുകയാണെങ്കിൽ ഞാനത് ഡിമോട്ടിവേറ്റ് ചെയ്തെന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത്. വേറെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സിസ്റ്റം, എല്ലാവരും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ നല്ല ബിസിനസ് വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ചിന്തിക്കും, നമുക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, നമുക്ക് സ്വന്തമായിട്ടൊരു ERP സിസ്റ്റം, വേറൊരാളുടേതും ഇല്ലാതെ സ്വന്തമായിട്ട് ഡാറ്റ പ്രൈവസി ഉള്ള ഒരു ERP സിസ്റ്റം ഡെവലപ്പ് ചെയ്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് മിക്കവാറും കമ്പനികൾ ഇപ്പം ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വരുമാനം, നിങ്ങൾ എന്ത് വിചാരിക്കാം? സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം, എന്നിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാം. ഇനി GCCയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ സോഹോ, ക്വിക്ക് ബുക്ക്, PHP, ഡാക്കിസിയോ, ടാലി ഒന്നും ഉണ്ടാവില്ല. അവരവരുടെ സ്വന്തം ഓൺ സോഫ്റ്റ്വെയർ, ഓൺ ERP ഉണ്ടാവും. അതിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. ഞാൻ ഇതൊക്കെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടുള്ള എൻ്റെ അനുഭവമായിട്ടോ പറയുന്നത്. നിങ്ങൾക്ക് സിമിലർ വെറൈറ്റി അനുഭവങ്ങൾ വേറെ ഉണ്ടാവുമായിരിക്കും. ഞാൻ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. സാർ ഇപ്പൊ അക്കൗണ്ട്സിന്റെ എന്തെങ്കിലും കോഴ്സ് എടുക്കുമ്പോൾ കുക്ക് ബുക്കും PHP ഒക്കെ പഠിപ്പിക്കുന്ന തന്നെ ഫോറിലെ UAE-ലൊക്കെ നല്ല ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം ചാൻസ് ഉണ്ട്? ഈ ക്വിക്ക് ബുക്കിന് ഒരു ചാൻസും ഇല്ല. ക്വിക്ക് ബുക്ക് ഓൾമോസ്റ്റ് അവരുടെ സർവീസുകളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ക്വിക്ക് ബുക്ക് ഇപ്പൊ ഇല്ല നിലവിൽ. അത് സോഹോ ആയിട്ട് അവര് ഇത് ചെയ്തില്ലേ സാർ, കൊളാബറേറ്റ് ചെയ്തില്ലേ? സോഹോ ആയിട്ട് ഓൾമോസ്റ്റ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ മെയ്ഡ് സോഫ്റ്റ്വെയർ നോട്ട് ഈസി. ഓക്കെ, അങ്ങനെ അഭിപ്രായം ഉണ്ടാവും. എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല. അതിനുള്ള ആളുകൾക്ക് ആ രീതിക്ക് പോവാം. കാരണം ഞാനിവിടെ നാട്ടിൽ ഞാനിപ്പോൾ എൻ്റെ അക്കാഡമിയുടെ സാധനം ഓൺ മെയ്ഡ് ആണ്. എനിക്ക് 1.5 ലക്ഷം രൂപ ചിലവുള്ളൂ. ലൈഫ് ടൈം ആണ്. എൻ്റെ സ്വന്തം സാധനമാണ്. നിങ്ങൾ ഒരാൾ എൻ്റെ അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ലീഡ്സ് കളക്ട് ചെയ്ത് മുതൽ നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത് മുതൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന മുതൽ മൊത്തത്തിൽ എൻ്റെ ഓൺ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ചില ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെയല്ല. എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഞാൻ ആ പറഞ്ഞ സാധനം ഇനിയിപ്പോ കച്ചറ ഉണ്ടാക്കിയത് അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം മാത്രം പറഞ്ഞത് മാത്രം. ഓക്കെ, ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നല്ലതാണോ മോശമാണോ എന്ന് ചോദിക്കരുത്. ഞാൻ സെറോ യൂറോപ്പിൽ കംപ്ലീറ്റ് ചോദിക്കുന്നത് സെറോ ആണല്ലോ സാർ. ന്യൂസിലാൻഡ്, ജർമ്മനി ഒക്കെ ചോദിക്കുന്നത് സെറോ ആണ്. സെറോ ഉണ്ട്, ഓഡോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓഡോ ഇങ്ങനെയുള്ള കുറെ സോഫ്റ്റ്വെയർ ആണ് അവര് പ്രിഫർ ചെയ്യുന്നത്. ഇവരൊക്കെ നല്ല സോഫ്റ്റ്വെയർസ് ആണ്. ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആളൊക്കെ ഒരു മിസ്കംഫർട്ട് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഓരോന്നിനെ കുറിച്ച് ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം. നിലവിൽ SAPയെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ നിലവിലില്ല എന്നുള്ള സത്യസന്ധമായ നിരീക്ഷണം തന്നെയാണ്. നിലവിൽ ഇനി വരാനും സാധ്യത ഞാൻ കാണുന്നില്ല. അത്രയും അഡ്വാൻസ് മോർ ദാൻ 50 മോഡ്യൂൾ ഉണ്ട് സാർ. യെസ്. അതുകൊണ്ട് തന്നെ ഇവരെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരാളും വരും ഞാൻ വിചാരിക്കണമെന്നില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു കോസ്റ്റ്ലി, നമുക്ക് ചിലപ്പോൾ അപകടമായിട്ട് മാറും. ഓക്കെ, അപകടം മീൻസ് ചിലപ്പോൾ ജോലിയെ ബാധിക്കുന്നുള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് ജോലി അത്യാവശ്യം പെട്ടെന്ന് ഫാമിലി കാര്യം സെറ്റിൽ ആവണമെങ്കിൽ ഇതിന് പിന്നാലെ പോകണ്ട. നല്ല എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നീക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളെ. അപ്പോൾ 0 റേറ്റഡ് എന്നാണ് നമ്മൾ പറഞ്ഞു പോയത്. അത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് 0 റേറ്റഡ് ആയിട്ട് സൗദി കണക്കാക്കുക? ചിലപ്പോൾ നമ്മളെ ക്ലാസ് ചിലപ്പോൾ മറ്റൊരു ദിവസം കൂടി ഉണ്ടാവും. അപ്പൊ ബാക്കി അവിടെ നിന്ന് കാണാം. ഇന്ന് ഒരു പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് തീർക്കാൻ പറ്റും തോന്നില്ല. മറ്റൊരു ദിവസം കൂടി നമുക്ക് വെക്കാം. ബാങ്ക് റീകൺസിലേഷൻ ഫോം ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു എമൗണ്ടിന്റെ കാര്യം തന്നെ ആലോചിച്ചോളൂ. എൻ്റെ അക്കൗണ്ടിൽ 10 lakh റുപ്പീസ് ഞാൻ ആർക്കോ പൈസ അയച്ചു കൊടുത്ത് അവൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടില്ല. അവൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കയറിയിട്ടില്ല.
കയറില്ല. അവർ 2 ദിവസം കഴിഞ്ഞ് നമുക്കൊരു മെസ്സേജ് വന്നു, ചെക്ക് ബൗൺസ്ഡ്. ഉം. ഇങ്ങനെ സംഭവം ഉണ്ടാവോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെങ്കിൽ അത് ക്ലിയർ ആക്കുന്ന പരിപാടിയാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ എന്ന് ബാങ്ക് പറയുന്നത്. reconciliation, yes. സിമ്പിൾ, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ സംഭവം ഉണ്ടാവോ? ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ആ അയച്ച സമയത്തായിരിക്കും ചിലപ്പം 1 രൂപ അല്ലെങ്കിൽ 2 രൂപ ATM ചാർജ് എന്ന് പറഞ്ഞ ബാങ്ക് വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ 9,99,098 രൂപ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ ചെക്ക് പോയില്ല. ആ 2 രൂപ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ എന്നൊക്കെ പറയാം. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച സാധനം ഉണ്ടല്ലോ, ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ചെക്ക് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അല്ലേ? ഇങ്ങനത്തെ കുറെ സാധനം, കുറെ കുറക്കാനും കുറെ കൂട്ടാനൊക്കെ ഉള്ള സംഭവങ്ങൾ. അങ്ങനെ ഒന്നും ഇല്ല അക്കൗണ്ട്സിൽ. എന്താണോ ബാങ്ക് ബുക്കിൽ ഇല്ലാത്തത് അത് ഇവിടെ കൂട്ടുക, എന്താണോ ബാങ്ക് ബുക്കിൽ ഉള്ളത് അത് ഇവിടെ ആഡ് ചെയ്യാം. സിമ്പിൾ. അല്ലാതെ കുറെ സാധനങ്ങൾ എഴുതി കൂട്ടി കുറച്ച് അങ്ങനെ ഒന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം അക്കൗണ്ട്സിൽ ഇല്ല. സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. എന്താണോ ബാങ്ക് ബുക്കിൽ ഉള്ളത് അതോടെ ആഡ് ചെയ്യാം, എന്താണോ ബാങ്കിൽ ഇല്ലാത്തത് അതോടെ ലിസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ ബാങ്ക് റീകൺസിലേഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെ അക്കൗണ്ട്സിൽ എല്ലാത്തിനും ഓരോ റീസൺസ് ഉണ്ടാവും ശരിക്കും. അങ്ങനെ പഠിക്കാം. അത് നമ്മളൊക്കെ അവിടെ പറയുന്നത് അക്കൗണ്ട് സെക്ഷനിൽ ഓരോന്നും പറയും. ബാങ്ക് റീകൺസിലേഷൻ എന്താണ്, ഓരോന്നിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, ബാഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ, ഫുള്ള് ഡൗട്ട് ആകുന്ന ഡെപ്റ്റുകൾ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയും. അവിടെ പോയിട്ട് പഠിച്ച് പോന്നോളേ കേട്ടോ. ഇതിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല. ഡെപ്റ്റേഴ്സ് എന്താണ്, സൺഡേ ഡെപ്റ്റേഴ്സ് എന്താണ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്താണ്, പ്രൊവിഷൻസ് ഉണ്ടാവും സാർ കണ്ടമാനം. കണ്ടമാനം സാധനങ്ങൾ ഉണ്ടാവും. ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നിന്ന് പഠിച്ചു തുടങ്ങിയാൽ മതി. സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കിൽ അതിന്റെ മൊത്തം ടേം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കാശ് തരാണല്ലോ. നമ്മൾ സെയിൽ ചെയ്യുമ്പോ കിട്ടുന്നു. നമ്മൾ ഒരാൾക്ക് സെയിൽ ചെയ്തു, അയാള് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ പൈസ തന്നിട്ടില്ല, ഡെപ്റ്റേഴ്സ്. അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ ഉണ്ടാവും. അതിൽ ചില ആളുകൾ മരിച്ചു പോകും, ബാഡ് ഡെപ്റ്റ് ആവും. ചില ആളുകൾ പകുതി തന്ന് ബാക്കി തരാൻ കഴിയാതാവും, പ്രൊവിഷൻ ആവും. ചില ആളുകൾ നാട്ടിൽ നിന്ന് മുങ്ങും, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആവും. ചില ആൾക്ക് കിട്ടൂല, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആവും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കേസുകൾ വരുന്നത്. ചില ആളുകൾ നാട്ടിൽ നിന്ന് മുങ്ങും, പക്ഷെ ഏതെങ്കിലും സമയത്തും വരും, അന്ന് പിടിച്ചാൽ കിട്ടും, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് അതിന്റെ ഒരു മലയാളം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. ഇനി സീറോ റേറ്റഡ് സപ്ലൈ, ഫുള്ളി റിക്കവറബിൾ ആയിട്ടുള്ള സീറോ റേറ്റഡ് സപ്ലൈ അതെങ്ങനെയാണെന്നുള്ളത്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇത് എന്താണ്? സീറോ റേറ്റഡ് ആണ്. എന്താണ് ഡയറക്റ്റ് എക്സ്പോർട്ടും ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡയറക്റ്റ് എക്സ്പോർട്ട്, വാട്ട് ഈസ് ഡയറക്റ്റ് എക്സ്പോർട്ട്? ഡയറക്റ്റ് എക്സ്പോർട്ട് ആർക്കെങ്കിലും എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? നമ്മുടെ രാജ്യത്ത് നേരിട്ട് നമ്മളെ ലൈസൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതും പിന്നെ ഒരു തേർഡ് പാർട്ടി ലൈസൻസ് ഉപയോഗിക്കുന്നതാണോ സാർ? അങ്ങനെയല്ല. പിന്നെ വേറെ ആർക്കെങ്കിലും സിമിലർ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടോ? ഡയറക്റ്റ് സെയിൽസ് ടു എ കസ്റ്റമർ അബ്രോഡ്. ഡയറക്റ്റ് സെയിൽസ് ടു എ കസ്റ്റമർ അബ്രോഡ്. അത് ഏതാണ്? ഡയറക്റ്റ് ഡയറക്റ്റ് എക്സ്പോർട്സ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണോ? ഡയറക്റ്റ് എക്സ്പോർട്ട്. എന്നാ ഇൻഡയറക്റ്റ് എന്താ? ആരെങ്കിലൊക്കെ അഭിപ്രായം പറയും മനുഷ്യന്മാരെ. തെറ്റിക്കോട്ടെ, തെറ്റിയാന്നുള്ള നല്ല ക്വാളിറ്റിയിലെ സാധനമല്ല, പറയാൻ ശ്രമിച്ചോളേ. ഏതെങ്കിലും ഏജൻസി വഴി സെയിൽ ചെയ്യുന്നതാണോ? അതിന് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. വെരി ഗുഡ്. പിന്നെ ചെറിയൊരു കണക്ഷൻ ആയിട്ട് കണക്ട് ചെയ്ത് പറയാം. പിന്നെ എങ്ങനെ ഇപ്പം ഈ രാജ്യത്തിനകത്ത് സെയിൽ നടക്കുന്നത്, പക്ഷെ ആ സെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് ആയിട്ടായിരിക്കും. വെരി ഗുഡ്. അത് കറക്റ്റ് ആൻസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സായിലിന് ഞാനൊരു സാധനം കൊടുക്കുകയാണ്, ദുബായിൽ നിന്ന് നേരിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഇതിനാണ് ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. ഞാൻ ഈ സാധനം, ഈ ഒരു ലാപ്ടോപ്പ് എന്ത് ചെയ്യുന്നു, സായിലിനെ നേരിട്ട് അയച്ചു കൊടുക്കണം, അതിന് ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയും. ഇനി സായില് ഇന്ത്യയിലേക്ക് വരുന്നു, സായില് നേരിട്ട് ദുബായിലേക്ക് വരുന്നു. ഈ സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. സംഭവം രണ്ടും സായിലിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഒന്ന് സായിൽ ഇന്ത്യയിൽ കയ്യും കെട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തെ, അതായത് എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉടമസ്ഥാവകാശം സായിലിന്റെ അടുത്ത് എത്തുന്നത് എപ്പോഴാണോ ഈ പ്രൊഡക്റ്റ് അവന്റെ കയ്യിൽ എത്തുന്നത്, അപ്പോഴാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് എത്തുന്നത്. മറ്റത് ഇതേ UAE വരുന്നു,
അവൻ UAE വന്നിട്ട് എൻ്റെ അടുത്ത് അപ്പം തന്നെ ഞാൻ ഓണർഷിപ്പ് അവന് കൊടുത്തു, അവൻ ഈ സാധനമായിട്ട് എന്താണ് പോകുന്നതിനാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ചെറിയ കോൺസെപ്റ്റ് മാറ്റുള്ളൂ, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സെറ്റ് ആയില്ലേ? ഓക്കെ സർ. നേരത്തെ ആരോ പറഞ്ഞു തോന്നുന്നു, അജിൽ ഞാൻ പറഞ്ഞു സെയിം സാധനം. അജിൽ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ, ഇങ്ങനെ ഉദ്ദേശിച്ചതെന്നറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഈ 2 എക്സ്പോർട്ട് ഇങ്ങനെ ഏത് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അത് 0 റേറ്റഡ് ആണ്. അത് 0 റേറ്റഡ് ആണ്. ഇനി അടുത്തത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്, ഇതും എന്താണ്? 0 റേറ്റഡ് ആണ്. എന്താ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം? ദുബായിയെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ട്രാവൽ ഹബ്ബ് എന്നാണ് പറയുന്നത്. എന്താ പറയല്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സെക്കൻഡോ ഫസ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ദുബായ് ആണ്, അല്ലേ? അല്ല മുജീബ്, ദുബായ് അല്ലേ നമ്പർ 1 ആണെന്ന് തോന്നുന്നു. അല്ല 1 2 നമ്പർ 1 ആദ്യം തുർക്കിയായിരുന്നു. ആ, ഇപ്പൊ 1 ആയെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇന്റർനാഷണൽ. അപ്പം ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനും അതിന്റെ പാസഞ്ചേഴ്സും കൊടുക്കുന്ന എന്താണ്? 0 റേറ്റഡ് ആണ്. ഉദാഹരണം, ഞാൻ അവിടെ ദുബായിലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ UAE ഒരു കമ്പനിയാണ്. എൻ്റെ പരിപാടി ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് കൊടുക്കുന്നതും പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന പരിപാടിയാണെങ്കിൽ ആ സംഭവം എന്താണ്? 0 റേറ്റഡ് ആണ് എന്നർത്ഥം. ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന് വേറെ, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടിങ്ങിന് വേറെ ഒരുപാട് റൂൾ ഉണ്ട് കേട്ടോ, ഒരുപാട് നിയമങ്ങളുണ്ട്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ നിയമങ്ങൾ വേറെ പല കോരത്തിലാണ് പഠിക്കാം. ഇപ്പൊ ഒരാള് 3 കേസ് പറയാം. ഇന്ത്യയിൽ നിന്ന് ഒരാൾ UAE വരുന്നു, UAE നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് പോകുന്നു, ഇനി ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അയാൾ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് എത്തുന്നു, ദുബായിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ഉപയോഗിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, മെൽബണിലേക്ക് എവിടേക്ക് പോകുന്നു. ഇതിന്റെ ടാക്സ് ആദ്യത്തെ കേസിൽ ആരാണ്, ഏത് ടാക്സ് ആണ് എടുക്കുക എന്നറിയാം? ആദ്യത്തെ കേസ് ഇന്ത്യയിൽ നിന്ന് UAE ഒരാൾ പോകുന്നു. വിച്ച് ടാക്സ് ഈസ് അപ്ലിക്കബിൾ? ഇന്ത്യൻ റൂൾ ആണോ UAE റൂൾ ആണോ? ഇന്ത്യൻ ഇന്ത്യൻ റൂൾ. ഇനി UAE നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് പോകുന്നു, ഏത് റൂൾ അപ്ലൈ ചെയ്യും? ഇനി മറ്റൊരു കേസ്, ഇന്ത്യയിൽ നിന്ന് ഒരാൾ മെൽബണിലേക്ക് പോകുന്നു, ഒരു ദിവസം ദുബായിൽ കണക്ട് ചെയ്യുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്നു, ഒരു ദിവസം പിറ്റേ ദിവസമാണ് പോകുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നു, ഏത് റൂൾ അപ്ലൈ ചെയ്യും? ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പറഞ്ഞേട്ടോ. ഇതിന് 3 ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ശരിക്കും നിയമങ്ങളുണ്ട്. ഫ്രം എവിടെ നിന്നാണോ ഈ സാധനം പൊന്തുന്നത് ആ രാജ്യത്തെ നിയമമാണ് അവിടെ വരിക. മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. അത് ട്രാൻസ്പോർട്ടേഷന്റെ റൂളാണ് മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണോ ഈ സാധനം പൊന്തി വരുന്നത്. ഞാൻ മനസ്സിലായി, ഞങ്ങൾക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞതിന് ഇംഗ്ലീഷ് വേർഡൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കേണ്ട വെച്ചില്ല. ഈ പറഞ്ഞ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലേ? ഇത് എവിടെ നിന്നാണോ സാധനം വരുന്നത്, ഇംഗ്ലീഷ് ഒന്നും എടുക്കാതെ നോർമൽ എല്ലാവരും ഗൾഫ് പോകാൻ ആഗ്രഹിച്ച് ജി എന്ന് ടൈപ്പ് ചെയ്ത ആളുകളാണ് തുടക്കത്തിൽ. ഗൾഫ് പോകാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാ നാട്ടിൽ പറയാം. ഇപ്പൊ ഇംഗ്ലീഷ്, അറബി, ഹിന്ദിൻ്റെ ഒന്നും ആവശ്യമില്ല. ChatGPT കാലത്ത് ഇതിനൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഏത് ഭാഷയും മനസ്സിലാവും അല്ലെ? അപ്പൊ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനും ഈ സംഭവം എന്താണ്? 0 റേറ്റഡ് ആണ്. അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് സ്ക്രീൻ കാണുന്നില്ല? ഒരു പോയിന്റ് ഇങ്ങനെ എഴുതി വെച്ച് പോയിക്കോളൂ കേട്ടോ. എന്നാൽ പിന്നീട് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റി വരും. ഇതിൽ തന്നെ കുറെ സെക്ഷൻസും സബ് സെക്ഷൻസും ഒക്കെ വരും, മനസ്സിലാക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ഓർ യൂസ് ഇറ്റ് ഡ്യൂറിങ് ദ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ, ഇതും 0 റേറ്റഡ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ഓർ യൂസ്ഡ് ഡ്യൂറിങ് ദ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ബോംബെയിലേക്ക് പോവാണ്. ഈ പോകുന്നതിനിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗുഡ്സ് ഉപയോഗിക്കും അല്ലേ? ചിലപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നട്ട്സൊക്കെ വാങ്ങും, അല്ലെങ്കിൽ നമ്മളെ നട്ട്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്നുണ്ടാവും. ഡ്യൂറിങ് ദ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ അവിടെ ടാക്സ് ഇല്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ സർവീസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, അതിനെന്തില്ല? ടാക്സ് ഇല്ല. ടാക്സ് ഇല്ല എന്നല്ല, ടാക്സബിൾ ആണ്, 0 റേറ്റഡ് ആണ്. ഓക്കെ, ഇവർക്കൊക്കെ ഇൻപുട്ട് ടാക്സ് റിക്കവറബിൾ ആ ഒരു സംഭവം കിട്ടും. പിന്നീട് ട്രാൻസ്പോർട്ട്, എയർ, സീ, ലാൻഡ്, ഇതിൽ ഏത് രീതിയിൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ വരികയാണെങ്കിലും ഇത് 0 റേറ്റഡിൽ തന്നെയാണ് ഉണ്ടാകുന്നത്.
പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞത് പിന്നെ ഒരു കേസ് എന്താ? എയർക്രാഫ്റ്റ് ഓർ വെസൽസ് ഡെസിഗ്നേറ്റഡ് ഫോർ റെസ്ക്യൂ പേർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വിമാനങ്ങള്, കപ്പലുകള്, ഈ സാധനങ്ങളൊക്കെ എന്താണ്? കപ്പലുകൾ ഇതൊക്കെ എന്താണ്? സീറോ റേറ്റ്. പിന്നെ 99.9 കാരറ്റ് ഗോൾഡ്. ഗോൾഡിന്റെ കേസ് ദുബായിയെ കുറിച്ച് പറയുമ്പോ എങ്ങനെ എല്ലാരും പറയാം? ദുബായ് എല്ലാരും ഗോൾഡ് എന്താ കടത്തുന്നത് ഇങ്ങോട്ടേക്ക് സാധാരണ രീതിയിൽ? കുറെ കഥാപാത്രങ്ങൾ ഇല്ലായിരുന്നു ഇടക്കാലത്ത്, കുറെ സ്ത്രീകള്, പേരൊന്നും പറയണ്ട കേട്ടോ, ഇതൊക്കെ എങ്ങാനും പ്രശ്നമായി കഴിഞ്ഞ പ്രശ്ന. കുറെ കഥാപാത്രങ്ങളില്ലേ, ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് ഗോൾഡ് കൊണ്ടുവരുന്ന, ഗോൾഡ് ഇറക്കും, ചെമ്പിലും ഖുറാനിലും മുസാഫിലൊക്കെ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങില്ലേനോ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതെന്തുകൊണ്ടറിയാം? ദുബായിൽ എന്താ 91.6 എന്ന് പറഞ്ഞാൽ എന്താ? 916 എന്ന് പറഞ്ഞാൽ എന്താ? 99.99 ക്യാരറ്റ് കൊടുക്കട്ടെ. 916 എന്ന് പറഞ്ഞാൽ എന്താ? 1000% 916% ഗോൾഡ് ആയിരിക്കും. 22 ക്യാരറ്റ് ഗോൾഡ് ആണ്. പ്യൂരിറ്റി. പിന്നെ നിങ്ങളൊക്കെ ശരിക്ക് ആനോട് കാത്തോട് മുതൽ പഠിപ്പിച്ച് കൊണ്ടുവരണം. 22 ക്യാരറ്റ് ഗോൾഡ് ആണ്. എങ്ങനെ? 22 ക്യാരറ്റ് ഗോൾഡ്. അങ്ങനെ പറഞ്ഞാല് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരി. സ്ത്രീകൾ പറയട്ടെ. 916 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കത്ത് മാലയിലൊക്കെ ഇട്ട് നടക്കുന്നല്ലേ, എന്താ 916 എന്ന് പറഞ്ഞാൽ? ഇവർ 8 സാധനം ഗോൾഡ് ആണെന്ന് ഉറപ്പുണ്ടോ ഇവർക്ക്? പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന കുറെ മെഷർമെന്റ്സ് ഉണ്ട്. 24 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്. അതാണ് നിങ്ങൾ ഇട്ടത് ഏതാ? അത് വേറെ, ഇത് വേറെ. അത് അതിന്റെ ഇതല്ലേ, കറക്റ്റ് സാധനല്ലേ? ഞാൻ ഈ 916 എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഒരാൾ പറഞ്ഞു, സിംസാറെ ഞാൻ പറയണ്ട കേട്ടോ, സിംസാറിന് സംഭവം മനസ്സിലാക്കണം. 916 എന്ന് പറഞ്ഞാല് 91.6% ഗോൾഡിന്റെ അതാണ് കറക്റ്റ് കേട്ടോ. സിംസാർ ഒന്നുകൂടി പറഞ്ഞെടുത്താ. നമ്മൾ ഇടുന്ന ഗോൾഡിനെ 1000%-ലാക്കിയാൽ അതിൽ 916% ഗോൾഡ് ആയിരിക്കും. ബാക്കി ഉള്ളത് ബ്രാസ്. അത് ഉറപ്പ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർണമെന്റ് ആക്കി എടുക്കുമ്പോൾ ഇടാൻ അങ്ങനെയാണ് പറ്റുള്ളൂ. ഗോൾഡ് ഇടാൻ പറ്റത്തില്ല. 91.6 100-ലെടുക്കുമ്പോൾ 91.6 മാത്രമേ എന്തുള്ളൂ? ഗോൾഡ് ഉള്ളൂ. അതാണ് 916. അത് 916 ഈസിക്ക് പറയാം. 91.6 ആണ് 916. ബാക്കിയൊക്കെ എന്താണ്? ചെമ്പാണ്. എന്തിനാ? ഉറപ്പ്. ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് പൊട്ടിപ്പോവും. സിംസാർ ഗോൾഡിൽ വർക്ക് ചെയ്തിരുന്നോ? ഷോപ്പുണ്ട്. ശരി. അപ്പൊ ശരിക്കും സ്ത്രീകളൊക്കെ ഇങ്ങനെ നോക്കുക, ഇതൊക്കെ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ആണല്ലോ ഈ സ്വർണ്ണം ഇടുന്ന ആൾക്കാർ. ഇതൊക്കെ ഉള്ള തന്നെയാണ്, ഇട്ടതൊക്കെ ചെമ്പാണോ മുക്കാണോ എന്നുള്ളത് ആൾക്കറിയാം. നോക്കാൻ അറിയാഞ്ഞാ പിന്നെ എങ്ങനെ അല്ലേ മുജിക്ക? നോക്കാൻ അറിയാഞ്ഞാ പിന്നെ അയ്യോ, രസം പറഞ്ഞോ. നിങ്ങളെല്ലാവരും അടിപൊളിയാണ്. പക്ഷെ രസകരമായിട്ട് നമ്മളൊന്ന് കണക്ട് ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞേ. ഇപ്പൊ എല്ലാവരും നമ്മൾ ഏറെക്കുറെ കണക്ട് ചെയ്യില്ലേ? 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഒരു റിലേഷൻ വന്നില്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ വേറൊരു ദിവസം കൂടി സെഷൻ വെക്കും കേട്ടോ. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ഒന്നും പൂർത്തിയായിട്ടില്ല. കാരണം നിങ്ങൾ കുറെ കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ പറഞ്ഞത് 99.9 കാരറ്റ് ഗോൾഡ് എന്താണ്? സീറോ തങ്കമാണ്. 99.9 24 ക്യാരറ്റ്. ഈ സാധനം എന്താണ്? ഏറ്റവും പ്യൂറസ്റ്റ് ഫോം. ഓക്കെ, ഈ സാധനം എന്താണ്? സീറോ റേറ്റഡ്. അതായത് സ്വർണം 99.90. ഈ സാധനം ക്യാരറ്റ് ആയിട്ട് ഒരാൾ വന്ന് അത് സാധനം സെയിൽ ചെയ്യണത് എന്താണ്? ഇതാണ്. ഇനി ചെറിയൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു വാച്ച് 99.9% ഗോൾഡ് ഉപയോഗിച്ച് ഞാനൊരു വാച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സീറോ റേറ്റഡ് ആണോ? ചെറിയൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇത് നിലവിൽ ഡിബേറ്റബിൾ ആണ്. എന്നാൽ നിങ്ങൾ ഇഷ്ടം ഇത് വെറുതെ ചോദിച്ചാൽ. ഇനി അല്ലെങ്കിൽ 99.9% ഒരു സാധനം വെച്ച് പല്ല് വെച്ച ഒരാൾ, സ്വർണത്തോണ്ടുള്ള പല്ല്, ഗൾഫിലൊക്കെ സാധാരണയായിട്ട് സ്വർണ്ണ പല്ലുണ്ടാവും. ഇത് ടാക്സബിൾ ആണോ?
ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും പറയുന്നത് തെറ്റിക്കോട്ടെ. മേക്കിംഗ് ചാർജ് അല്ല ഉണ്ടോ? അല്ല അല്ല Acceptable ആണ്. എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് ആണോ അല്ല നിൽ റേറ്റഡ് ആണോ ടാക്സബിൾ ആണെന്നാണ് ഉറപ്പാണ് അല്ലേ? ടാക്സബിൾ ആണ്, സംഭവം ടാക്സബിൾ ആണ്. നില്ലാണോ നില്ലാണോ അതല്ല 5% ആണെന്ന് പറഞ്ഞാൽ മതി. നിൽ നിൽ നില്ല് 5% ഡിഫറെന്റ് ആയിക്കോട്ടെ. ഒപ്പീനിയൻ ഉണ്ട്. നമ്മൾ ദുബായിൽ ചെയ്യുമ്പോൾ ഈ രണ്ട് സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു കോൺസെപ്റ്റില്, എൻ്റെ ഒരു മാത്രം റിവ്യൂ ആണ്, ഇതിനിപ്പോഴും FTA കൃത്യമായിട്ട് ആൻസറും തന്നിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ അത് മുജീബ് ഖാന്റെ കൂടെയാണ് ഞാൻ, 0 ആണ്. പക്ഷെ അവിടെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇൻട്രൻസിക് വാല്യൂവിന്റെ മുകളിൽ എടുത്തിട്ട് ചെയ്യുന്ന വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഗോൾഡ് ആണോ അതിന്റെ യൂസ് വാച്ച് ആണോ ഗോൾഡ് ആണോ എന്ന് ചോദിച്ച് അവിടെ മെറ്റിഗേഷനിൽ വേറെ കോൺസെപ്റ്റിലേക്ക് പോയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ കൺസൾട്ടൻസി റിസ്ക് എടുക്കാറില്ല. ഇത്രയും വലിയ സാധനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഒരു 5% കൂടി അവൻ്റെ അടുത്ത് വാങ്ങി ആ ടാക്സും കൂടി അടച്ചു പോകുന്ന പതിവാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ എൻ്റെ പേഴ്സണൽ വ്യൂ അതിന് വേണ്ട എന്നുള്ളതാണ്. മുജിക്ക് പറഞ്ഞ ഒരു വ്യൂ ആണ്. കാരണം 99.9 എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് അത് വേണ്ട. പക്ഷെ ആരും നോ വൺ ഈസ് റെഡി ടു ടേക്ക് എ റിസ്ക്. ദുബായിൽ ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവാറില്ല. കാരണം ഇത്രയേ ഉള്ളൂ, 99.99% വാങ്ങാൻ പൈസ 5% കൂടി വാങ്ങുന്നത്. വ്യാപാരികളും അങ്ങനെ തന്നെ കേട്ടോ, വ്യാപാരികളും അങ്ങനെ തന്നെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സെറ്റല്ലേ? നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അതിനൊരു ക്ലാരിറ്റി വരുന്നേ ഉള്ളൂ. ഇനി ദ ഫസ്റ്റ് സപ്ലൈ ഓഫ് അവിടെ നിൽക്കട്ടെ, നമ്മൾ അത് ഈ ഒരു സാധനം നമ്മൾ അടുത്തേക്ക് ഡിസ്കസ് ചെയ്യാം. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഈ സംഭവം എന്താണ്? 0 റേറ്റഡ് ആണ്. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഈ സംഭവം 0 റേറ്റഡ് ആണ്. ഇനി അതേപോലെ 2 പോയിന്റ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എഡ്യൂക്കേഷണൽ സർവീസസ് ആൻഡ് ഗുഡ്സ് റിലേറ്റഡ് ടു നഴ്സറി, പ്രീ സ്കൂൾ ആൻഡ് എലിമെന്ററി എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഓൺലി ഫണ്ടഡ് ബൈ ഗവൺമെന്റ്. എഡ്യൂക്കേഷണൽ സർവീസിന് നിൽ റേറ്റഡ് ആണ്. എഡ്യൂക്കേഷൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയില്ല, നമ്മൾ LP UP എന്നുള്ള ഒരു സിസ്റ്റം അല്ല അവിടെ ഉള്ളത്. അവിടെ എലിമെന്ററി എഡ്യൂക്കേഷൻ 8ാം ക്ലാസ് വരെയുള്ള നിർബന്ധിത വിദ്യാഭ്യാസം, ആ ഒരു രീതിയാണ് അവിടെ. UAE നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവിടെ എലിമെന്ററി എഡ്യൂക്കേഷനാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ? LKG UKG LP UP ഹയർ സെക്കൻഡറി പിന്നെ ഡിഗ്രി, അങ്ങനെ പോകുന്ന ഒരു കോൺസെപ്റ്റാണ് PG. ഇങ്ങനെ അവിടെ എലിമെന്ററി ആണ്, ബേസിക്സ് എഡ്യൂക്കേഷനാണ്. എലിമെന്ററി എഡ്യൂക്കേഷൻ വരെയുള്ള എല്ലാ സംഭവങ്ങളും നില്ലാണ്. അതിന്റെ മുകളിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്തതാണെങ്കിൽ നില്ലാണ്. ബാക്കിയെല്ലാം ടാക്സബിൾ ആണ്. ടാക്സബിൾ തന്നെയാണ്, 5% ആണ്. അത് മാത്രം ആലോചിക്കാം. ക്ലിയർ ആയില്ല? സെറ്റ് ആയില്ല? യെസ്. ഇനി പ്രിവെന്റീവ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രിവെന്റീവ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ്. പ്രിവെന്റീവ് ആൻഡ് ഹെൽത്ത് കെയർ, നമുക്ക് എന്തെങ്കിലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ? നമുക്ക് അസുഖം വരുന്നതിന്റെ മുമ്പ് നമ്മൾ എടുക്കേണ്ട സാധനത്തിന് ഉള്ളെല്ലാം ഹെൽത്ത്, ഷുഗർ ചെക്കപ്പ്, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ വരെ സാധനങ്ങളൊക്കെ എന്താണ് നമുക്ക് നിൽ റേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. ഈ ചെക്കപ്പ് പറഞ്ഞിട്ട് എന്നെ പോലത്തെ ആളുകൾ മുട്ട പോയിട്ട് ശരിയാക്കല്, ഇതൊന്നും പ്രിവെന്റീവില് പെടൂല. കോസ്മെറ്റിക്സിന്റെ കാര്യങ്ങൾ കയറ്റല് ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ പെടൂല. പ്രിവെൻഷൻ ആ ഒരു പറയുന്ന പ്രിവെൻഷൻ നമ്മുടെ ബോഡി അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിൽ പെടില്ല. അല്ലാതെ കോസ്മെറ്റിക്, പല്ല് മാറ്റി വെക്കൽ, കണ്ണ് ഇതാക്കല്, പിരികമടിക്കല്, കോലം മാറ്റല്, ഇതിനൊന്നും എന്ത് ചെയ്യില്ല, ഈ സംഭവത്തിലൊന്നും ഇതിൽ പെടൂല എന്നർത്ഥം. അറിയാലേ? പ്രിവെന്റീവ് ആൻഡ് ഹെൽത്ത് കെയർ, കോസ്മെറ്റിക്സ് ഒന്നും ഇതിനകത്ത് പെടത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ബാക്കി ഈ 9:50 ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പൂർത്തിയാന്ന് എനിക്കറിയില്ല. അടുത്തൊരു സെഷൻ കൂടി എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റും? നാളെ ലൈവ് സെഷൻ ഉണ്ട്. നാളെ ചോദിച്ചല്ലോ. എന്തായിരുന്നു? മെഡിസിൻ എക്സംപ്റ്റഡ് ആണോ? 0 റേറ്റഡ് ആണോ? 0 റേറ്റ്. ഓക്കെ. ഇനി നമ്മൾ മുഴുവൻ ഞാൻ അക്കൗണ്ട്സിന്റെ ലിങ്ക് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാം. വരുന്നുണ്ട് ഇതിലാരെങ്കിലും നമ്മളെ. തുഷാര, ഹലോ, അറിയത് ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ. റേഞ്ചിന് എന്തോ ഇഷ്യൂസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യണം, നമ്മളെ ആ അക്കൗണ്ട്സിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തേക്കണേ.
ഗ്രൂപ്പിനകത്ത്? ഓക്കെ ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. സോ ഐക്കോൺസിന്റെ ലിങ്ക് അവർ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന മെസ്സേജിനകത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, എന്താണോ കേൾക്കുന്നില്ല? എന്തായിരുന്നു? നാളെ എന്തായാലും സെഷൻ ഇല്ല. നാളെ അക്കൗണ്ട്സിന്റെ സെഷനാണ്. ഇത് നമുക്ക് ഈ ഒരു വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യാം. ഈ അക്കൗണ്ട് സെക്ഷനിൽ നമുക്ക് വരാൻ പറ്റുമോ സാർ? ഡേ ടൈം ആണോ? ഡേ ടൈം ഫുള്ളി പാക്ഡ് ആണ്. കാരണം ഈ സമയങ്ങൾ മാത്രമേ ഞാൻ ആക്ച്വലി ഒഴിവ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് മുഴുവൻ കോഴ്സ് ആയിട്ട് വരണ്ട്. മുഴുവൻ കോഴ്സ് ആയിട്ട് ആർക്കെങ്കിലും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴ്സ് ആക്സസ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ നിലവിൽ ഇതിന്റെ കോഴ്സ് ഏറെക്കുറെ 500-600 ആളുകൾ നമ്മുടെ അടുത്ത് UAE VAT കോർപ്പറേറ്റ് ടാക്സ് കംപ്ലീറ്റ് കോഴ്സ് പർച്ചേസ് ചെയ്ത ആളുകളുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 12,000 രൂപയാണ് കോഴ്സിന്റെ ഫീസ്. പക്ഷെ ഡിസ്കൗണ്ട് റേറ്റിൽ 4,999 നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, 100% കോർപ്പറേറ്റ് ടാക്സും VAT ടാക്സും പഠിച്ച് ഗൾഫിൽ ജോലി ലക്ഷ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. അതല്ലാതെ ഈ വെറുതെ പോകുന്ന ആളുകൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങളെ പൈസ കളയണ്ട. ഈ UAE കോർപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ടോ? ഇൻകം ടാക്സ്? കോർപ്പറേറ്റ് ടാക്സ് UAE സ്റ്റാർട്ട് ചെയ്തു. അല്ല, സൗദിയിൽ മുമ്പേ ഉള്ളതാണ്. UAE സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തല്ലേ? സൗദിയിൽ പഴയ കാലം മുതലുണ്ട്. ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേഷൻ കംപ്ലീറ്റ് പഠിപ്പിക്കുന്നുണ്ടല്ലേ സാർ? എന്തായിരുന്നു? കാൽക്കുലേഷൻ കംപ്ലീറ്റ് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, കാൽക്കുലേഷൻ ഇതിപ്പോ UAE ആണെങ്കിൽ നമ്മൾ ഫയലിംഗ് അതുപോലെ അതിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. സർട്ടിഫിക്കേഷൻ ഉണ്ട്. എങ്ങനെ? 4 months പഠിക്കും. 4 months. 4 month ആവും അല്ലേ? 4 month തന്നെ ഡിപ്പെൻഡ് ആണ്. റെക്കോർഡിംഗ് സെഷൻ ആയതുകൊണ്ട് 1 month കൊണ്ട് തീർക്കുന്ന ആളുകളുണ്ട്. അത് ഡിപ്പെൻഡ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം അതിന് ഡെഡിക്കേഷൻ എടുക്കുന്നു അതുപോലെ തീരും. ഇല്ല, അത് മുഴുവനായിട്ടും പഠിപ്പിക്കുന്നില്ല. അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാരണം എല്ലാം IFRS-ലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ആ സാധനങ്ങൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പഠിക്കും. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഉണ്ട്. നിലവിൽ 12,000 രൂപയാണ് കോഴ്സ്. നമ്മളത് 4,999 ചില ഓഫേഴ്സ് പ്രൈസിൽ കൊടുക്കണം. ഇപ്പൊ ഓഫർ പ്രൈസ് ഉള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക വെച്ചാൽ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഓൾറെഡി നിങ്ങൾ എന്താ വെച്ചാൽ അക്കൗണ്ട്സിന്റെ സെഷൻ ഓൾറെഡി നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അക്കൗണ്ട്സിന്റെ പ്രീമിയം സെഷൻ ഓൾറെഡി ഒരു 3-4 മാസം കൊണ്ട് അത് തീരും. അതേ സമയത്ത് ഇതും പാരലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, UAE അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഖത്തറിൽ ഇംപ്ലിമെന്റേഷൻ വന്നിട്ടില്ല സാർ? ഖത്തറിൽ വന്നോ? വന്നിട്ടില്ല. അടുത്ത് വരുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാമോ? ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. റെക്കോർഡഡ് സെഷൻ ആണ്. നിങ്ങൾക്ക് അവിടെ നമ്മുടെ അക്കാദമിയുടെ സൈറ്റിനകത്ത് കയറി നിങ്ങൾക്ക് അവിടെ അക്കാദമിയുടെ സൈറ്റിൽ നേരിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 12,000 രൂപ തന്നെ കൊടുക്കണം. നിങ്ങൾ ഓഫർ പ്രൈസ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്ത് അവരെ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് അവരെന്ത് എങ്ങനെയാ വേണ്ട വെച്ചാൽ അവരെ ഹെൽപ്പ് ചെയ്തോളൂ. എന്തായിരുന്നു പ്രാക്ടിക്കൽ സെഷൻസ്? അതായത് അതിൽ പറയുന്നത് VAT രജിസ്ട്രേഷന്, വാറ്റിന്റെ ഫയലിംഗ്, കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ, പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, ഏതൊക്കെ കേസുകളാണ് വാറ്റിനകത്തുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിനൊക്കെ ഡീറ്റെയിൽഡ് വേർഷൻ അവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞില്ലായിരുന്നോ? എഡ്യൂക്കേഷൻ, എലമെന്ററി, അതിൽ നഴ്സറി എങ്ങനെ, മറ്റേത് എങ്ങനെയാണ്. ചിലവര് GST ഒക്കെ ഒരു ഡെമോ സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുപോലെ ഒരു ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയ്യുന്നുണ്ട്. ഡെമോ സെഷൻ ഇല്ല നമ്മുടെ അടുത്ത്. ഡെമോ ഇല്ല. നമ്മൾ ഒറിജിനൽ പ്രാക്ടിക്കൽ ഫയൽസ് മാത്രമേ ചെയ്യുന്നത്. ഡെമോ സെഷൻ ചെയ്യുന്നില്ല. വാലിഡിറ്റി എത്ര നാളത്തേക്ക്? ലൈഫ് ടൈം ഉണ്ടാവും. കാരണം UAE വാറ്റിനകത്ത് ചിലപ്പോൾ കോഴ്സിൽ ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് GSTയുടെ കോഴ്സ് ഉണ്ട്. GSTയുടെ പ്രീമിയം സെഷൻ, GST കൺസൾട്ടിങ് കോഴ്സ് ഉണ്ട് നമുക്ക്. GSTയുടെ കൺസൾട്ടിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് GSTയുടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം ഓഫീസ് ഇട്ടിട്ട് എന്താ ചെയ്യുക, GSTയുടെ രജിസ്ട്രേഷൻ വർക്കുകൾ, ഫയലിംഗ് വർക്കുകൾ എല്ലാം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ഫീസ് എത്ര സാറേ? GSTയുടെ ഏറെക്കുറെ ഈ ഒരു എമൗണ്ട് തന്നെയാണ്. GST കൺസൾട്ടിങ് കോഴ്സ് ആണത്. അതും ചില ആൾ ചോദിക്കും അതിനെപ്പോ അതിന്റെ ലൈഫ് ടൈം എത്ര? അത് എന്നാണോ GSTയുടെ അപ്ഡേഷൻ നിൽക്കുന്നത് അന്ന് ആ കോഴ്സ് അവസാനിക്കും. വൺസ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആണ് ആ കോഴ്സിനകത്ത് ഉണ്ടാവും. കാരണം ഞാൻ 2022 പഠിപ്പിച്ച സാധനമല്ല ഇപ്പൊ 2024. കാരണം ഇന്നലെയും കൂടി ഞാൻ അതിൽ അപ്ഡേഷൻ മാറ്റിക്കൊണ്ടു. കാരണം MSME റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂ വന്നപ്പോൾ അപ്പോഴേ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇൻകം ടാക്സിന്റെ കോഴ്സിനകത്ത് നമ്മൾ അപ്ഡേറ്റ്. അതായത് വൺസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലൈഫ് ടൈം ആക്സസ് ആണ്. ഓൺ അക്കാദമിയുടെ ആപ്പ് ഉണ്ടാവും. ആപ്പിനകത്ത് കയറാം,
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം. കോഴ്സുകൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് മാറി മാറി വരും. സാർ നാളെ നിങ്ങൾ ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ മതിയെ കോഴ്സ് UAE വാറ്റിനെ കുറിച്ചൊന്ന് അറിയാൻ. അത് അവരെ ഒന്ന് നിങ്ങൾ വന്ന അവരുടെ നമ്പറെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ സാർ, താങ്ക് യു. വേറെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ലെവൽ കൊടുക്കുന്നുണ്ടോ സാർ? എങ്ങനെ അഡ്വാൻസ്ഡ് ലെവൽ എന്തെങ്കിലും അക്കൗണ്ട്സിൽ ഈ ഫൈനാൻഷ്യൽ അനലൈസിങ്ങും മറ്റും? എല്ലാ അക്കൗണ്ട്സിന്റെ ഏറ്റവും പ്രീമിയം സെഷനാണ് നമ്മൾ ആ ഫ്രീ സെഷൻ കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ A to Z കാര്യങ്ങൾ പഠിക്കും. GST ഇൻകം ടാക്സും പഠിക്കില്ല. GST ഇൻകം ടാക്സ്, TDS, TCS ഈ സംഭവം ഉണ്ടാവില്ല. ആ സംഭവം നമ്മൾ പെയ്ഡ് കോഴ്സിന്റെ ഭാഗമാണ്. ബാക്കി എല്ലാം ഏറ്റവും ബേസ് മുതലുള്ള സാധനം എല്ലാം പഠിക്കും. അതായത് നിലവിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകളാവട്ടെ, സയൻസ് പഠിച്ച ആളാവട്ടെ, എന്തോ ആവട്ടെ, അതൊരു വിഷയമല്ല. അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ എഴുതെടുക്കാൻ വേണ്ടി പറ്റും. അത് ഫ്രീ കോഴ്സ് ആണോ സാർ? GCC വാറ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രീ കോഴ്സ് ആണോ അത്? അത് നിങ്ങൾ ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാ ആളുകൾക്കും ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അത് എല്ലാവർക്കും ആക്സസ് ഉണ്ട്. അത് എല്ലാവർക്കും ആക്സസ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ലിങ്ക് വരും, നേരെ അങ്ങോട്ട് കയറും. ഓൾറെഡി അതിനകത്ത് 1000 ആളുകളുണ്ടാവും. 1000 ആളുകൾ അതിന്റെ അകത്തേക്കായിരിക്കും നിങ്ങൾ കയറുന്നുണ്ടാവും. അപ്പം നോക്കിയാൽ മതി. ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അടച്ചിട്ട ഗ്രൂപ്പായിരിക്കും, വല്ലപ്പോഴും തുറക്കും. ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആപ്പിനകത്ത് വഴി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ അവനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനും ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് ചെയ്താൽ മതി. അസൈൻമെന്റുകൾ നിർബന്ധമായിട്ട്, കാരണം വെറുതെ നിങ്ങൾ ആ സാധനം ചെയ്യുക, വെറുതെ ആക്സസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂറോ ഒരു 20 മിനിറ്റോ അതിന് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട്സിൽ മാസ്റ്റർ ആവാൻ വേണ്ടി പറ്റും. അത് ഫ്രീ ആണ്. എനിക്ക് ഒരുപാട് എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ വാങ്ങോ, അങ്ങനത്തെ ഒന്നുമില്ല. അതൊരു 5-6 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഓൾറെഡി 3 മാസമായി. ആ 3 മാസം കഴിഞ്ഞതിൻ്റെ ഒക്കെ റെക്കോർഡിംഗ് സെഷൻ നിങ്ങൾക്ക് തരും. അത് മെല്ലെ പൂർത്തിയാക്കുക, പതുക്കെ പതുക്കെ പൂർത്തിയാക്കുക. വരുന്ന ദിവസം നാളെ ഉണ്ട് സെഷന്. നാളത്തെ സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ആ സെഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ പഠിപ്പിക്കും. ആ കാര്യങ്ങൾ എന്ത് നാളെ ടാലിക്കകത്ത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇൻവെന്ററികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെന്ററി സ്റ്റാർട്ട് ചിലപ്പോൾ അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഒക്കെ ആയിരിക്കും നാളെ വരുന്നുണ്ടാവും. അപ്പം സീരിയസ് ആയിട്ട് ഇരിക്കാം. ഇതേപോലെ തന്നെ വീഡിയോയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ അവസ്ഥ തന്നെ കേട്ടോ. വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വേറെ പരിപാടിയിലേക്ക് പോവാതിരിക്കാനാണ്. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിട്ട് ശത്രുത ഉണ്ടായിട്ടൊന്നല്ല, ഇയാൾ പുറത്താക്കാനെന്ന് വിചാരിക്കണ്ട. നിങ്ങളിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ശരിക്കും വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടൊക്കെ കഴിയുന്നു. ഓഫ് ചെയ്തോ എനിക്ക് എന്തൊക്കെയാ പണി നടന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ആലോചിച്ച് കിടക്കുന്നുണ്ടാവും, ഉറങ്ങുന്നുണ്ടാവും, വേറെ എന്തൊക്കെയാ പരിപാടി നടക്കുന്നുണ്ടാവും. സംഭവത്തിൽ അതും നടക്കൂല, ഇതും നടക്കില്ല. എത്ര കഷ്ടപ്പാട് ആലോചിച്ച് നോക്കും. ശരിക്കും അത് നടക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നടക്കില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങൾ ഇരുന്നോണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല. ഒരുപാട് കണ്ടന്റ് കിട്ടിയില്ലേ? GST ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, വാറ്റ് ആവട്ടെ, പല ജനറൽ നോളജ് ആവട്ടെ, എന്തൊക്കെ കിട്ടി? 2 മണിക്കൂറിൽ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം വന്നു. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തുടക്ക സമയത്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ടു ലീവ് നൗ എന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങനെ ശത്രുതാരായിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് നിങ്ങളും കൂടി കാര്യത്തില്ല. കാരണം ഞാൻ എന്തായാലും 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് എത്രങ്ങാനും വിലപ്പെട്ട സമയമുണ്ട്, അത് കളയണ്ടെന്ന് ചോദിച്ചിട്ടാ. നിങ്ങൾ പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ വേറെ കുഴപ്പമില്ല. പക്ഷെ ഇരിക്കുന്ന സമയം ആത്മാർത്ഥത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പം അത് എന്ത് ചെയ്യാം, അക്കൗണ്ട് സെഷനിൽ നാളെയും ഇരിക്കാം. അതിൻ്റെ റെക്കോർഡിംഗ് സെഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ മാഡം തുഷാര നിങ്ങൾക്ക് അവിടെ ഇട്ടുതരും ഗ്രൂപ്പിനകത്ത്. അപ്പോൾ അവരെ ഫോളോ ചെയ്യും. പിന്നെ ആർക്കെങ്കിലും അഡ്മിഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ അവരെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഓൾമോസ്റ്റ് തിരക്കിലായിരിക്കും. നിങ്ങൾ അവരെ കോൺടാക്ട്, കാരണം രാവിലെ ഒക്കെ ഞാൻ പല സെഗ്മെന്റിലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ട് സമയം ഉണ്ടാവില്ല. ലക്ഷ്യയിൽ ഉണ്ടാവും ചില സമയത്ത്, CMA കോളേജ്, പല കോളേജുകളിലും ഞാൻ സെഷൻ എടുക്കുന്നതാണ്. അപ്പോൾ